ഓം ശാന്തി. അവ്യക്തം മുരളിയാണ്. 31/3/1990 അവ്യക്തം മുരളി. റിവൈസ് ചെയ്തിരിക്കുന്നത് 24/4/2000. ഇന്നത്തെ വിഷയം ഇതാണ്: രഹംദിൽ ഔർ ബേഹദ് കി വൈരാഗ്യം. ദയാഹൃദയവും പരിധി ഇല്ലാത്ത വൈരാഗ്യ വൃത്തി. എല്ലാവരോടും ദയവുണ്ടായിരിക്കണം, പക്ഷെ ദയവ് കാണിച്ച് കൊടുങ്ങരുത്. ആ വിഷയത്തെ കുറിച്ചാണ് ബാബ പറയുന്നത്. എല്ലാവരോടും നമ്മൾ ദയവ് കാണിക്കണം, പക്ഷെ പലപ്പോഴും നമ്മൾ ദയവ് കാണിച്ച് ആ വ്യക്തിയിൽ പ്രഭാവിതമാണ്. അതേപോലെ ദയ സ്വീകരിക്കുന്നവരും ദയ കാണിക്കുന്നവരോട് പലപ്പോഴും ബന്ധനത്തിൽപ്പെടും. ആ അപകടത്തെ കുറിച്ചാണ് ബാബ ഇന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. आज लवफुल और मर्सीफुल बाप दादा अपने समान बच्चों को देख रहे. ഇന്ന് ലവ്ഫുളും മെഴ്സിഫുളും, അതായത് സ്നേഹം നിറഞ്ഞവനും ദയ നിറഞ്ഞവനുമായ ബാപ്ദാദ തന്റെ സമാനരായ കുട്ടികളെ നോക്കുകയാണ്. ആജ് ബാപ്ദാദ വിശ്വക്കെ സർവ അജ്ഞാൻ ബച്ചോं को देख रहे. ഇന്ന് ബാപ്ദാദ ലോകത്തിലെ എല്ലാ അജ്ഞാനികളായ കുട്ടികളെയും നോക്കുകയായി. ഭലേ അജ്ഞാൻ ഹെ ലേക്കിൻ ഫിർ ഭി ബച്ചേ. ബാബ പറയാണ്, അവര് അജ്ഞാനികളാണെങ്കിലും ബാബയുടെ കുട്ടികളാണ്. बाप-दादा के संबंध से सर्व बच्चों को देखते हुए क्या अनुभव किया कि मेजॉरिटी आत्माओं को समय प्रति समय किसी न किसी कारण से ज्ञाने अज्ञाने भी वर्तमान समय मर्सी अर्थात रहम की दया की आवश्यकता है और आवश्यकता के कारण ही मर्सिबल बाप को याद करते रहे. അപ്പോൾ ബാപ്ദാദ ആ സംബന്ധത്തിലാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളും ബാബയെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിൽ ബാബയ്ക്ക് തിരിച്ചറിവുണ്ട്, അവരെല്ലാവരും എന്റെ കുട്ടികൾ, പക്ഷെ അവർക്ക് ബാബയെ തിരിച്ചറിവ്. അപ്പോൾ അവരെല്ലാം ഈ വർത്തമാന സമയത്ത് ദയക്ക് വേണ്ടി യാചിക്കുകയില്ല. അതിൽ മാനസിക പ്രശ്നങ്ങൾ കണ്ടമാനം, ലോകത്ത് വീട്ടിലൊക്കെ നിറയെ പ്രശ്നങ്ങളാണ്. അപ്പൊ അവരെല്ലാവരും ദയക്ക് വേണ്ടി യാചിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈശ്വരനെ ഓർമ്മിക്കുക. तो चारों ओर की आवश्यकता प्रमाण इस समय रकम दृष्टि की पुकार है, क्योंकि एक तो भिन्न भिन्न समस्याओं के कारण अपने मन और बुद्धि का संतुलन न होने के कारण मर्सिबल बाप को वह अपनी अपनी मान्यता वालों को मर्सी के लिए बहुत दुख से परेशानी से पुकारते रहे. അപ്പൊ ഇന്ന് ധാരാളം പ്രശ്നങ്ങളാണ് എല്ലാവരും അഭിമുഖീകരിക്കുന്നത്. അപ്പൊ ബുദ്ധിയും മനസ്സും തമ്മിലുള്ള സന്തുലനമില്ല. ബുദ്ധിയിൽ ഒരു കാര്യം കിടപ്പുണ്ട്, പക്ഷെ മനസ്സ് വേറെ വഴിക്ക് പോകും. ഈ മനസാക്ഷിയും മനസ്സും തമ്മിൽ വലിയ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അവര് ദയക്ക് വേണ്ടി യാചിക്കാം. അപ്പൊ എല്ലാവർക്കും ഈശ്വരനെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇഷ്ടദേവതകളെയോ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരെയോ വളരെ ദുഃഖത്തോടു കൂടി ആവശ്യമായിട്ട് കരുതുന്നു. चाहे अज्ञान आत्माएं बाप को न जानने के कारण अपने धर्म पिताओं व गुरुओं को इष्ट देवों को मर्सिबल समझकर पुकारते ही, लेकिन आप सब तो जानते ही हो कि इस समय सिवाय एक बाप परमात्मा के और किसी भी आत्मा द्वारा मर्सी नहीं. ഈശ്വരനെ അറിയാത്തവരെന്ത് ചെയ്യും? ഈശ്വരനിലേക്ക് വഴി കാണിക്കുമെന്ന് വിശ്വസിക്കുന്ന അവരുടെ ഇഷ്ടദേവതകളെ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ വിളിച്ചൊക്കെ അറിയാൻ പറ്റും. അപ്പോ നമുക്കൊരു കാര്യം അറിയാം അല്ലെ, ഭക്തിയിൽ ആരെ എന്ത് വിളിച്ചാലും കൊടുക്കുന്നത് പരമാത്മാ, ഒരേ ഒരു പരമാത്മാവാണ് കൊടുക്കുന്നത്. ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏത് ഭക്തൻ ഏത് രീതിയിൽ വിളിച്ചാലും ഫലം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ മൂഢന്മാരറിയില്ല. അപ്പൊ ആ മൂഢന്മാരായ ജനങ്ങളത് അറിയുന്നില്ലെങ്കിലും ബുദ്ധിയുള്ള നമുക്ക് ആ കാര്യം മനസ്സിലായി ഈശ്വരനാണ് കൊടുക്കുന്നത്. भले बाबा उनकी इच्छा पूर्ण करने के कारण भावना का फल देने के कारण किसी भी इष्ट को व महान आत्मा को निमित्त बना दे, लेकिन दादा एक है, इसलिए वर्तमान समय के प्रमाण मर्सिबल बाप बच्चों को भी कहते हैं कि बाप के सहयोगी साथी बुझाए आप ब्राह्मण बच्चे. അപ്പോ അവര് ഏതെങ്കിലും നിമിത്തമായിട്ട് ഒരാൾ യേശുവിനെ വിളിക്കുന്നതെങ്കിൽ അവർക്ക് ആ യേശുവിൽ കൂടെ ഫലം കിട്ടിയതായിട്ട് തോന്നും. ഹനുമാനെയാണ് വിളിക്കുന്നതെങ്കിൽ ഹനുമാനിൽ കൂടെ ഒരു ശക്തി കിട്ടിയതായിട്ടൊക്കെ തോന്നും. പക്ഷെ ബാബ പറഞ്ഞ ദാതാവ് ഞാൻ മാത്രം. അവരെ നിമിത്തമാക്കി ആ ഭക്തരുടെ മനോകാമനകളെ പൂർത്തീകരിക്കുക.
അപ്പൊ ബാബ പറയാണ് കൊടുക്കുന്നത് ഞാനാണെന്ന് അറിയാവുന്ന ബാബയുടെ ബ്രാഹ്മണ കുട്ടികള് ബാബ പറയാണ് എന്റെ സഹയോഗി ഭുജങ്ങള് നിങ്ങൾ ബ്രാഹ്മണരാണ്, ഇക്കാര്യത്തിൽ നമ്മളും ദയവുള്ളവരായി മാറും. तो जिस चीज की आवश्यकता के वक्त देने से प्रसन्न हो जाते, എന്താണോ ആവശ്യം അത് കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് സന്തോഷം വരും. മനുഷ്യന് ഇത്തിരി സമാധാനം വേണം. അവിടെ നമ്മൾ ബാബ പറയാൻ നിങ്ങൾ ഈ 36 വിഭവം ആഹാരം കൊടുത്തത് ഇത് കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾക്ക് ഇതിപ്പുണ്ടാവുന്നൊക്കെ പറഞ്ഞ് അവരുള്ള ദുഃഖം കൂടി വർദ്ധിപ്പിക്കണം. പകരം അവർക്കൊരു ആശ്വാസം കൊടുക്കുന്ന കുറച്ച് ജ്ഞാനത്തിന്റെ പോയിന്റുകൾ അല്ലെങ്കിൽ ശക്തി നമ്മൾ കൊടുത്താൽ അവർ പ്രസന്നമാകും. മാസ്റ്റർ മെർസിഫുൾ തന്നെ. അപ്പൊ ബാബയ്ക്കാണ് ബാബ പറയാണ് ലോകം വളരെയധികം കരഞ്ഞോണ്ടിരിക്കുക. ആരെ വിളിച്ച് കരയണമെന്ന് പോലും നമുക്കൊരു പിടി കിട്ടുന്നു. അപ്പൊ ഇത് ആരാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ബാബയ്ക്കാണ് ഇത്തിരി ദയവുണ്ടാവുക. അപ്പൊ ബാബയ്ക്കാണ് ദയവുള്ളവരായോ. ആപ്കെ ഹി ഭായി ബഹൻ ഹി ചാഹെ സഗേവ ലഗേ ഹി ലേക്കിൻ ഹൈ പരിവാർ. ബാബ പറയാണ് കുട്ടികൾ ഇത് നിങ്ങളുടെ തന്നെ സഹോദരി സഹോദരന്മാരാണ്. 1-ാം കൂടി ആകട്ടെ 2-ാം കൂടി ആകട്ടെ. ശിവബാബയെ മനസ്സിലാകട്ടെ, ബ്രാഹ്മണ പരിവാരത്തിലേതാകട്ടെ അല്ലാതാകട്ടെ, ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണല്ലോ. അപ്പനെ പരിവാർക്കി അജ്ഞാൻ പരേശാൻ ആത്മാവോക്കെ ഊപ്പർ ഗ്രഹത്തിൽ വരും. അതുകൊണ്ട് നമ്മുടെ കുടുംബമാണ്, ഭൂമി നമ്മുടെ കുടുംബമാണ്. ഈ കുടുംബത്തിലെ അറിവില്ലാത്ത അവശരായ ആത്മാക്കളിൽ ദയവ് കാണും. ദിൽസെ രഹമായി അവരുടെ ദയവ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. വിശുക്കി അജ്ഞാൻ ആത്മാവും കെലിയെ ബി രഹം ചാഹി. ലോകത്തിലെ അജ്ഞാനി ആത്മാക്കളെ പ്രതി ദയവുണ്ടായിരിക്കണം. और साथ साथ ब्राह्मण परिवार के पुरुषार्थ की तीव्र गति के लिए वास्तु उन्नति के लिए रकमത്തിൽ की ആവശ്യകത. ഇനി ബ്രാഹ്മണ പരിവാരത്തിൽ എല്ലാവരും സമ്പന്നമായിരിക്കുകയാണ്, ഒരു കുറവില്ലാണ്ടിരിക്കുകയാണോ? അല്ല. ബാബ പറയുന്നത് ബ്രാഹ്മണ പരിവാരത്തിലും ധാരാളം ആത്മാക്കള് സ്വ ഉന്നതിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരോട് നമ്മൾ ദയവ് കാണിക്കും. സ്വ ഉന്നതി के लिए सुपर जब रहम दिल बनते हैं तो रहम दिल आत्मा को सदा बेहद के वैराग्य वृत्ति स्वतः आती. സ്വ ഉന്നതിക്ക് വേണ്ടി നമ്മൾ ദയവുള്ളവരാകും. നമ്മുടെ ഉന്നതിക്ക് വേണ്ടി നമുക്കൊരു ദയവുണ്ടാകും. അപ്പൊ ബാബ പറയാണ് പരിധിയില്ലാത്ത വൈരാഗ്യം താനെ വന്നു. സ്വക്കെ പ്രദീപി രഹം ഹോക്കി मैं कितनी ऊंचे से ऊंचे बाप की वही आत्मा हूं और वही बाप समान बनने के लक्ष्यധാരി. നമ്മളെ പ്രതി നമുക്ക് എന്തായിരിക്കണം? ഒരു ഭാവന ഉണ്ടായിരിക്കേണ്ടത്. ഞാൻ എത്രയോ ഉയർന്ന ബാബയുടെ കുട്ടിയാണ്, അല്ലെ, ഞാന് ബാബയ്ക്ക് സമാനമാകാനുള്ള ലക്ഷ്യം വച്ചിരിക്കുന്ന ഒരു ആത്മാവാണ്. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം, ഈശ്വരനാണ് എന്റെ അച്ഛൻ, ഈശ്വരനാണ് എന്നെ പഠിപ്പിക്കുന്നത്, ഈശ്വരനാണ് എന്റെ ഗുരു, അപ്പോൾ എനിക്ക് ഈശ്വരനെ പോലെ ആകണം. വലിയൊരു ലക്ഷ്യമായതുകൊണ്ടാണ് ഇത്രയും പഠിപ്പിക്കേണ്ട വരുന്നത്. കഠിനമായ വിഗ്രഹങ്ങളുണ്ടാകും. അപ്പൊ ബാബ പറയണ എനിക്ക് അതുപോലെ ആകണമെന്ന് നമ്മളോട് നമുക്കൊരു ദയവുണ്ടാകും. उस प्रमाण ओरिजिनल श्रेष्ठ स्वभाव व संस्कार में अगर कोई कमी है तो अपने ऊपर दिल का रहम कमियों से വൈരാഗ്യ ദിലാതെ. അപ്പൊ ബാബ പറഞ്ഞ ഹൃദയത്തിൽ നിന്നും അങ്ങനെ ഒരു ദൈവം വരാണ്, എനിക്ക് ബാബയെ പോലെ ആകും എങ്കിൽ ബാബ പറയണു അതിന് വിരുദ്ധമായ ഏതൊരു സ്വഭാവ സംസ്കാരവും കുറവുകളും ഇല്ലാതാക്കാൻ നമുക്കൊരു തോന്നൽ വരും, ഒരു വൈരാഗ്യം വരും ആ കുറവുകളോട്. കരുതുന്നെങ്കിൽ എനിക്ക് ബാബയെ പോലെ ആകേണ്ട ഏക ചാൻസ് ഇതാണ്. അപ്പൊ നമ്മളെ അതിൽ നിന്ന് വിരുദ്ധമായ കുറവുകള് സ്വഭാവ സംസ്കാരങ്ങള് എങ്ങനെയും എനിക്ക് ഇല്ലാണ്ടാക്കണം. അവർ അവരവരോട് ഒരു ദൈവമാണ്. बागदादा आज यही रूहान कर रहे थे कि सभी बच्चे नॉलेज में तो बहुत होशियार. ഇത് കഴിഞ്ഞ മുറിയിലും ബാബ നമുക്ക് കൊണ്ടുവന്നതാണ്. ബാബയും ദാദയും കൂടി സംസാരിക്കായിരുന്നു. എന്റെ എല്ലാ കുട്ടികളും അറിവിന്റെ കാര്യത്തില് വളരെ സമർത്ഥൻ. ബാബ കഴിഞ്ഞതിൽ പറഞ്ഞില്ല, എന്റെ പെൺകുട്ടികൾ എല്ലാ വിഷയത്തെ കുറിച്ച് എന്നെക്കാളും കുറിച്ച് നന്നായിട്ട് പ്രഭാഷണം നടത്തും. പക്ഷെ കുഴപ്പമെന്താ, ഒരു പ്രഭാഷണം വരെ ഉള്ളൂ, അതിന് പറഞ്ഞു. അപ്പൊ ബാബ പറയാണ് അറിവിന്റെ കാര്യത്തിൽ വളരെ ഹോഷിയാറായി. पॉइंट स्वरूप तो बन गए हैं, लेकिन हर कमजोरी को जानने की पॉइंट से जानते भी है कि ये होना चाहिए, करना नहीं चाहिए, जानते हुए भी पॉइंट स्वरूप बनना और जो कुछ व्यर्थ देखा सुना और अपने से हुआ उसको फुल स्टॉप की पॉइंट लगाना नहीं आता. ബാബ പറയാണ് ആ പോയിന്റുകൾ അറിയാം, എന്താണ് എന്റെ കുറവുകൾ എന്ന് അറിയാം, അത് ഇല്ലാണ്ടാക്കാനുള്ള പോയിന്റുകളും അറിയാം. ബാബ പറഞ്ഞു ഇതെല്ലാം അറിഞ്ഞിട്ടും ചെയ്യേണ്ടത് ചെയ്യുന്നില്ല, പോയിന്റ് സ്വരൂപമാകുന്നില്ല, വ്യർത്ഥമായ കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇന്നലത്തെ സ്ലോഗൻ എന്തായിരുന്നു? ബാബ പറയണ എല്ലാ കാര്യങ്ങളും അറിയാം, ഇതാണ് എന്റെ കുറവ്,
അല്ലെ? ഇതിനെ നികത്താനുള്ള പോയിന്റുകൾ അറിയാം, അത് നികത്തിലേക്കുള്ള നഷ്ടം അറിയാം, അത് നികത്താനുള്ള വിഘ്നങ്ങൾ അറിയാം, ആ വിഘ്നങ്ങൾ അപ്പുറത്തേക്ക് കടക്കാൻ അറിയാം. നോളജ് ഫുള്ളായി. പക്ഷെ ബാബ പറയണ ഈ ആവണ്ടേ, സ്വരൂപമാകണ്ടേ, പോയിന്റിന്റെ സ്വരൂപമാകണമല്ലോ, അതാകുന്നില്ല. ബാബ പറഞ്ഞു വ്യർത്ഥങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യും. അപ്പൊ ഇന്നലത്തെ ശ്ലോകൻ എന്തായിരുന്നു? അത് ബാബ ഒരു പോയിന്റ് പറഞ്ഞ എന്താണ്? അല്ലെ, വ്യർത്ഥത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നവരാണ് ഹോളി ഹൗസ്. വ്യർത്ഥമായിട്ട് വരുന്നതിന് സമർത്ഥമായിട്ട് എടുക്കാൻ പറ്റും. पॉइंट तो है लेकिन पॉइंट स्वरूप बनने के लिए विशेष क्या आवश्यकता? പോയിന്റ്സ് ഉണ്ട്, പക്ഷെ പോയിന്റ് സ്വരൂപം, ആ ജ്ഞാനത്തിന്റെ സ്വരൂപമാകുന്നതിന് എന്താണ് വിശേഷമായിട്ട് വേണ്ടത്? അപ്പനെ ഊപ്പർ രഹം അവരൊക്കെ ഊപ്പർ. നമുക്ക് നമ്മളോടൊരു ദൈവം, ഞാൻ ഇങ്ങനെ പോകാണെങ്കിൽ അല്ലെ എവിടെയായിരിക്കും എന്റെ സ്ഥിതി? അവർ അവരവരോടൊരു ദൈവം കാണിക്കും. പിന്നെ ഞാൻ നന്നായാലും എനിക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരോടും ഒരു ദൈവം ഉണ്ടായാൽ മതി. അതായത് ആ ബാബ പറയണ ഭക്തർ എന്നെ അറിയില്ല, അവർക്ക് അറിയാൻ പറ്റിയില്ല, ഡ്രാമയിലില്ല, പക്ഷെ അവരെല്ലാം ആവശ്യമായി വിളിച്ച് കരയാണ്. അവർ സഹായിക്കേണ്ടത് ദേവാത്മാക്കളാണ്. ഈ ദേവാത്മാക്കൾ മാറിയില്ലെങ്കിൽ ബാബ പറയാണ് അപ്പൊ അവരവരോടൊരു ദൈവം ഈ ലോകത്തിനോട് ദൈവം. भक्ति मार्ग में भी सच्चे भक्त होंगे, वह आप भी सच्चे भक्त बने हो. आत्मा में रिकॉर्ड भरा हुआ है ना. ഭക്തി മാർഗത്തിലും സത്യമായ ഭക്തരുണ്ട്. ബാബ പറഞ്ഞു നിങ്ങളും സത്യമായ ഭക്തരാണ്. കാര്യം ഇതൊക്കെ നമ്മുടെ ആത്മാവിൽ നിറച്ചു വെച്ചിട്ടുണ്ട്, റെക്കോർഡാണ്. तो सच्चे भक्त सदा रहम दिल होते हैं, इसलिए वे पाप कर्म से डरते. സത്യമായ ഭക്തർക്ക് ഭയമുണ്ട്, ശിക്ഷ കിട്ടുന്നൊരു പേടിയുണ്ട്. ബാബ പറയണു ആ ഭയമുള്ളത് കൊണ്ട് അവര് പാപകർമ്മങ്ങൾ ചെയ്യത്തില്ല. ഞാൻ ഈ അമ്പലപ്പുഴയിലെ ഒരു ബാഹ്യ ക്ലാസ് കളിക്കും, പുള്ളി പറയും നല്ല ഭക്തനെ എപ്പോഴും നാമം ജപിച്ചോളൂ, കൃഷ്ണ 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 കൃഷ്ണ. ഇവിടുത്തെക്കാരനാ. ഞാൻ പറയും, ഞാൻ ചോദിച്ചു എന്താ അവിടെ കുഴപ്പം? ഇവിടെ സ്ത്രീകളുണ്ട്, എന്താ നോക്കിയ പാപം അവിടെ ഞാനിവിടേക്ക് വരും. അപ്പൊ അത്രയും നല്ല നിഷ്ഠയുള്ള ഭക്തരുണ്ട്. അപ്പൊ ബാബ പറയാണ് അവർക്ക് പേടിയുണ്ട് പാപകർമ്മം. ബാബാസിനൊക്കെ ഡർത്തിലേക്ക് പാപസെ ഡർത്തെ. അവർക്ക് ബാബയോടല്ല പേടി, ദൈവത്തിനല്ല പേടിക്കുന്നത്, പക്ഷെ പാപം സംഭവിച്ചാൽ ഒരു പേടി. इसलिए कई പാപകർമ്മ से बचे हुए रहते. ആ പേടി ഉള്ളത് കൊണ്ട് ധാരാളം പേര് പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. तो ज्ञान मार्ग में भी जो यथार्थ रत्न दिल के उसमें 3 बातों से किनारा करने की शक्ति हो. അപ്രകാരം ജ്ഞാനമാർഗത്തിലും പാപകർമ്മങ്ങൾ കണ്ടമാനമുണ്ട്. ബാബ പറയണു യഥാർത്ഥത്തിൽ നമുക്കൊരു ദൈവം നമ്മളോടുണ്ടെങ്കിൽ 3 കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. അതായത് പാപം സംഭവിക്കാതിരിക്കാൻ വേണ്ടി 3 കാര്യങ്ങളിൽ നിന്നും ബ്രാഹ്മണ യുഗത്തിൽ മാറി നിൽക്കും. जिसमें रघम नहीं होता वे समझते हुए जानते हुए 3 बातों के परवश बन जाते. എന്നാൽ അവരവരോടൊരു ദയവില്ലാണ്ട് എനിക്ക് എന്നെ മാറ്റണം, അല്ലെങ്കിൽ ഞാൻ വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരും, ഈ ഒരു ദയവില്ലെങ്കിൽ ബാബ പറയുന്നതൊക്കെ മനസ്സിലാക്കിയാലും ബാബ പറയാണ് വീണ്ടും വീണ്ടും തീനോ വാക്യം അൽബേലപ്പൻ ഈർഷ്യ. ഈ 3 കാര്യങ്ങളിൽ നിന്ന് ബ്രാഹ്മണൻ മാറി നിൽക്കണം. അൽബേലപ്പൻ അലസത അല്ലെങ്കിൽ അശ്രദ്ധ, പിന്നെന്താണ് അസൂയ, പിന്നെന്താണ് വെറുപ്പ്. കാരണം ഈ 3 കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലേ പാടില്ല. അലസത അല്ലെങ്കിൽ അശ്രദ്ധ. അശ്രദ്ധ എന്ന് പറയും. അശ്രദ്ധ കൊണ്ടാണ് അലസത വരുന്നത്. രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ അതിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല ബാബയുടെ ശ്രീമതി. അപ്പൊ എന്ത് വേണ്ടി ഉരുളി അലസത വരും, അശ്രദ്ധ കാരണം. അപ്പൊ അശ്രദ്ധയുണ്ട്, ഈർഷ്യ എന്ന് വെച്ചാൽ അസൂയുണ്ട്, പിന്നെ വെറുപ്പ്. कोई भी कमजोरी व कमी का कारण 90% तीनों बातें. ഏതെങ്കിലും ദുർബലതയ്ക്ക് കാരണം 90% കുറവുകൾക്ക് കാരണം ഈ 3 മാനസിക രോഗങ്ങളാണ്. 90% പ്രശ്നം. और जो रहम दिल होगा वह बाप के साथ धर्मराज की सजा से किनारे करने की शुभ इच्छा रखते. ബാബ പറയാണ് യഥാർത്ഥ ദയവുള്ളവരെ, ബാബയുടെ കൂടെ നിൽക്കുന്നവരെ ധർമ്മരാജന്റെ ശിക്ഷയെ പേടിച്ചിട്ടെങ്കിലും ഈ 3 കാര്യങ്ങളിൽ നിന്നും മാറി. എല്ലാത്തിനും ചോദിക്കാനും പറയാനും പ്രപഞ്ചത്തിൽ കോടതിയിൽ ആവരണം. അവിടെ ദൈവത്തിന്റെ കുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാലൊന്നും വിടത്തില്ല. അതുകൊണ്ട് ബാബ പറയണം ഒരു ശുഭ ഇച്ഛ വയ്ക്കും. ജൈസെ ഭക്ത ഡർക്കെ മാരെ അൽബേലെ നഹി ഹോത്തെ, ऐसे ब्राह्मण आत्माएं बाबा के प्यार के कारण धर्मराज से क्रोश न करना पड़े, इसे मीठे डर से अलबेले नहीं होते. ഭക്തർക്കും ഒരു പേടിയുണ്ട് ദൈവം ശിക്ഷിക്കും എന്നുള്ളത്. അതായത് ബ്രാഹ്മണരെ ഏത് പൂജ കഴിഞ്ഞാലും ലോകാസമസ്ത സുഖനോ ഭവതു എന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പാപം ഉണ്ടാവുന്ന അവർക്കറിയാം, ദൈവം ശിക്ഷിക്കും. അതേപോലെ വിധിപൂർവം അല്ലാതെ ഒരു സാധനം നമ്മൾ പറഞ്ഞു അതില്ലാതെ ചെയ്തൂടെ, അപ്പൊ അതില്ലെങ്കിൽ എന്താ കുഴപ്പം പറഞ്ഞാൽ യഥാർത്ഥ പൂജാരിത്വം ചെയ്യില്ലേ.
കാര്യം എനിക്ക് അതിൽ നിന്ന് പാപം ഉണ്ടാവും. അപ്പൊ ഭക്തര് ബാബ പറയാണ് അവർക്കും പേടിയുള്ളത് കൊണ്ട് അവർക്ക് ശ്രദ്ധയുണ്ട്, അവർക്ക് അലസതയില്ല. അപ്രകാരം ബ്രാഹ്മണ ആത്മാക്കൾ ബാബയോടുള്ള സ്നേഹം കാരണം ധർമ്മരാജപുരി മറികടക്കേണ്ടതാണെന്നുള്ളൊരു മധുരമായ ഭയം കാരണം അലസത പറയുന്നത്. ബാബക്കാ പ്യാർ ഉസസെ കിനാര കരാ ദേത്താ. ബാബയുടെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ബാബ പറയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലസത കാണിക്കത്തില്ല. അപ്പനെ ദിൽക്കാ രഹം അൽബലേപ്പൻ സമാപ്ത കർ ദേത്താ. നമുക്ക് നമ്മളോടൊരു ദയവുണ്ട് അല്ലെ, ഈശ്വരൻ പഠിപ്പിച്ചിട്ട് ഞാൻ നന്നാവുന്നില്ലല്ലോ, നന്നായില്ലെങ്കിൽ ധർമ്മരാജപുരത്തിൽ കൊടിയ പീഡകളാണ്. ധർമ്മരാജപുരിക്ക് മുമ്പുണ്ടല്ലോ കണ്ടമാനം, അല്ല എന്തെല്ലാം കൊടിയ ശിക്ഷകളാണ് ലോകത്ത് വരാൻ പോകുന്നത്. അപ്പൊ ബാബ പറയാണ് നിങ്ങൾക്ക് ആ സമയത്തൊന്നും ആത്മാഭിമാനിയാകാൻ പറ്റില്ല. ആ സമയത്ത് പല പല പ്രശ്നങ്ങളാണ്, വെള്ളം കിട്ടത്തില്ല, ഭയങ്കര വെട്ടും കുത്തുമായിരിക്കും, ബഹളമായിരിക്കും. ഇപ്പോഴും നിങ്ങൾ ഡ്രാമാക്കാരുടെ പോയിന്റ് ഓർമ്മിക്കുക. ഇന്നലെ പറഞ്ഞൊരു പോയിന്റാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കണ്ടേ, ഞാൻ ചർച്ച ചെയ്യേ, അവരവരോട് ദയവ് കാണിക്കും. പക്ഷെ കുട്ടികൾ എന്തൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് കുറെ കൂടി നമുക്ക് സേവ ചെയ്യാനല്ലോ, വലിയ പുണ്യം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് കുറെ സേവ ചെയ്യും. അപ്പൊ ബാബ പറയണം ആദ്യം നമ്മളിൽ ഹൃദയം ഉണ്ടാവണം. ബാബ പറയാണ് അപ്പൊ ഈ അലസതയ്ക്ക് ഇല്ലാത്ത और जब अपने प्रति रकम भावना आती है तो जैसी वृत्ति जैसी स्मृति वैसी सर्व ब्राह्मण सृष्टि के प्रति स्वदेही രഹത്തിൽ വലിയൊരു പോയിന്റാണ്. അവരവരോട് ദയവുണ്ടെങ്കിൽ ബാബ പറയണം ബ്രാഹ്മണ ആത്മാക്കൾ എല്ലാവരോടും ദയവുണ്ട്. കാരണം നമുക്കൊരു റിയലൈസേഷൻ വരാണെങ്കിൽ തെറ്റുകൾ ചെയ്യുന്നവരോട് നമുക്കൊരു ദയവ് വരും. അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കടന്നു കിട്ടി. അപ്പൊ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പോ നമുക്ക് നമ്മളോടൊരു ദയവുണ്ട്. നമ്മുടെ ഈ അലസതയും ഈ ഉഴപ്പും ഈ അശ്രദ്ധയും ഇതെല്ലാം നമുക്ക് ഇല്ലാണ്ടാക്കിയില്ലെങ്കിൽ വലിയൊരു കുഴപ്പം വരുമെന്ന് നമുക്ക് ബോധ്യം വരാണെങ്കിൽ അവരുടെ എല്ലാ ബ്രാഹ്മണാത്മാക്കളും ബോധ്യം. അപ്പൊ ബാബ പറഞ്ഞു ഈ അസൂയ വെറുപ്പുണ്ടാകും. അയാൾ തെറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ദയവ് വരും. അല്ലെ, എന്ത് അടി മേടിക്കാണ്ട് പോകുന്നത് നമുക്കൊരു ദയവ് വരും. അസൂയ കാണിക്കുമ്പോഴും അപ്പോഴും നമുക്കൊരു ദയവ് വരും. കാരണം അവരവർക്ക് സ്വയം ഒരു ദയവ് തോന്നാണെങ്കിൽ എല്ലാവരും ഒരു ദയവ്. യഥാർത്ഥ ജ്ഞാനയുക്ത രഹം, ഇതാണ് ശരിയായ ജ്ഞാനയുക്തമായ ദൈവം. അതായത് ഈ ആത്മാവിന്റെ കുറവുകള് ഇല്ലാതാക്കാനുള്ള പവർ, അതാണ് ഒരു ദൈവം എന്ന് പറയുന്നത്. ബിനാ ജ്ഞാനിക്കെ രഹം കവി നുക്സാൻ ബി കർത്ത. ജ്ഞാനമില്ലാത്ത ദൈവം ബാബ പറയുന്നത് നഷ്ടമുണ്ടാകും. लेकिन ज्ञानयुक्त रहो कभी भी किसी आत्मा के प्रति ईर्ष्या व घृणा का भाव दिल में उत्पन्न करने नहीं देगा. എന്നാൽ ജ്ഞാനസഹിതമായ ദയവുണ്ടെങ്കിൽ ഒരു ആത്മാവിനോട് നമുക്ക് വെറുപ്പുണ്ടാകും. തെറ്റ് ചെയ്യുന്നവരോട് ബാബു പറഞ്ഞു, തെറ്റ് ചെയ്യുന്നവരെ അവര് എന്തിനേലും ആവശ്യമായിട്ട് തെറ്റ് ചെയ്ത് പോകുന്നതാണ്, അവരെ വെറുപ്പിന്റെ കാര്യമില്ല. പകരം ദൈവ ശക്തി. ഒരാള് കാല് മുടന്തനാണ്, ഈ കാല് മുടന്തനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ ബാബു പറഞ്ഞു അയാളെ വഴക്ക് പറഞ്ഞിട്ട് അയാളുടെ കൈ പിടിക്കുന്ന പറഞ്ഞു. അതേപോലെ മാനസിക വൈകല്യം കൊണ്ടാണ് മനുഷ്യർ കാണിക്കുന്നത്. ബാബു പറഞ്ഞു ദൈവം കാണിക്കും, അല്ലാണ്ട് അവരെ വെറുത്തിട്ട് എന്താ കാര്യം. അതേപോലെ ആരെങ്കിലും കടന്നു പോണേ പോയിക്കോട്ടെ എന്നേ, അല്ലെ, ആരെങ്കിലും നമ്മളെക്കാളും മുന്നോട്ട് പോണേ പോയിക്കോട്ടെ. ബാബ പറഞ്ഞു അതുകൊണ്ട് എന്താ നഷ്ടം. ഈ പോയിട്ട് ഈ അഹങ്കാരം കാണിക്കുന്ന ആൾക്കാർ അവരടിമേടിച്ചോളൂ. ഈ കടന്നു പോകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഇതാണ്. അവർ ആരെയും പോയിക്കോട്ടെ എവിടെയെങ്കിലും. അപ്പൊ ബാബ പറഞ്ഞു അവരവരോടൊരു ദയവുണ്ടെങ്കിൽ അസൂയം വരില്ല, വെറുപ്പം വരില്ല. ज्ञानयुक्त रह के साथ साथ स्वयं की रूहानियत व रुहाव की आवश्यकता. ഈ ജ്ഞാനയുക്ത ദൈവനോടൊപ്പം നമുക്കൊരു ആത്മീയത ആവശ്യമുണ്ട്, അല്ലെ, ഒരു ആത്മീയതയുടെയും ഒരു സ്നേഹത്തിന്റെ ഒക്കെ ആവശ്യകതയുണ്ട്. അക്കേല രഹം നഹി ഹോത്ത. ബാബ പറഞ്ഞു തന്നെത്താൻ ദയവുണ്ടാവും. ലേക്കിൻ രഹം और रुहाവ് दोनों का ബാലൻസ്. ദയവും ബാബ പറഞ്ഞു സ്നേഹവും, അതിന്റെ ഒരു ബാലൻസ്. अगर ज्ञानयुक्त रह नहीं है साधारण रहम के तो किसी भी आत्मा के प्रति चाहे लगाव के रूप से चाहे किसी भी कमजोरी से उसके ऊपर प्रभावित हो सकता. ബാബ പറഞ്ഞ ജ്ഞാനയുക്തമായ ദയവല്ലെങ്കിൽ, സാധാരണ ദയവാണെങ്കിൽ, ഈ ദയവ് കാണിച്ച് ബാബ പറയണു ഈ ആത്മാവിനോട് ഒരു മോഹം. ചില ഡോക്ടർമാര് പേഷ്യൻസ് നഴ്സുമാര് പേഷ്യൻസിനെ പാലിച്ച് പ്രശ്നം വരും. അപ്പൊ ബാബ പറയാണ് ഈ സഹായിച്ച് ജ്ഞാനയുക്തമല്ലാത്ത ദൈവമായിട്ട് സഹായിച്ച് അവർ പോയി ബന്ധിക്കപ്പെട്ടു. അവിടെ ബാബർ വളരെ സൂക്ഷിച്ചോളൂ. ബാബ പറഞ്ഞ മറ്റുള്ളവരുടെ ദുർബലതയ്ക്ക് മുകളിലും ചിലപ്പോൾ പ്രഭാവിതമാണ്. അവരെ സഹായിക്കും. പറഞ്ഞു ഈ ഒരാളെ പ്രതി കൂടുതൽ ശുഭഭാവന വയ്ക്കുന്നത് എന്തോ ഉള്ളിൽ കിടക്കുന്ന മോഹം. അവർ എല്ലാവരും പ്രതി ശുഭഭാവന.
ഒരാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് ശുഭഭാവന. അതല്ലാണ്ട് നമ്മുടെ ഒരാളെ പ്രതി നല്ല ശുഭഭാവന എന്തൊരു കുഴപ്പമുണ്ട് ഒരാളെ പ്രതി ശുഭഭാവന. അപ്പൊ ബാബ പറയുന്ന ശുഭഭാവനയെ ദൈവത്തെ കാണിക്കും. പക്ഷെ അത് ജ്ഞാനമില്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടു. न घृणा चाहिए न प्रभावित चाहिए क्योंकि आप तन मन धन बुद्धि सहित भाव के ऊपर प्रभावित ആരോടും വെറുപ്പും വയ്ക്കരുത്, ആരിലും പ്രഭാവവും ചാടും അല്ലെ. വെറുപ്പ് വയ്ക്കരുത്. നമ്മളെ സഹായിക്കുന്നവരുടെ അടുത്ത് നമുക്കൊരു പ്രഭാവം വരും, ഒരു വിധേയത്വം വരും. ഭാവിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈശ്വരന്റെ കുട്ടികൾ വിധേയത്വം, അധീനമാകുക, പരവശമാകുക. ഇതാണ് ഈ മഹാത്മാക്കളെ പെടുന്നത്. എല്ലാവരെയും മഹാത്മാക്കളുടെയും ഗുരുക്കന്മാരുടെയും പ്രഭാവിതമാകും. ബാബ പറയണം, നിങ്ങൾ ഈശ്വരന്റെ കുട്ടികൾ എന്തിനും പ്രഭാവിതമാകും. അവർക്ക് ഞാൻ കൊടുത്ത എന്തെങ്കിലും കഴിവുള്ളവരെ കാണും. അതേപോലെ ബ്രാഹ്മണ പരിവാരത്തിൽ ബാബ പറയണം, ആരെങ്കിലും നമ്മളെ സഹായിക്കണം, ബാബ പറയണം പ്രഭാവിതമാകും. പിന്നെ സഹായിക്കാത്തവരുണ്ട്, നമുക്ക് പാരപണിയുന്നവരുണ്ട്, അവർ വെറുപ്പും വയ്ക്കും. രണ്ടും വേണം. जब मन और बुद्धि एक के तरफ और ऊंचे तरफ प्रभावित हो चुकी तो फिर दूसरे के ऊपर प्रभावित कैसे हो सकता. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും ഈശ്വരനെ സമർപ്പിച്ചെങ്കിൽ ബാബ പറയണു വേറൊരാളുടെ നന്മയിൽ നമ്മൾ പ്രഭാവിതമാകും. ഈശ്വരനേക്കാളും വലിയൊരാളില്ല. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മൾ ഈശ്വരനെ കൊടുക്കും. അപ്പൊ ഒരാൾ നമുക്കൊരു 50 വയസ്സ് തന്നു. അവർ ഈ 50 വയസ്സ് തന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ദയവ് കാണിച്ചതിന്റെ പേരിൽ അവരിൽ പോയി പ്രഭാവിതമാകും. अगर दूसरे के ऊपर प्रभावित होते हैं तो उसको क्या करें. അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റുള്ളവരിൽ പ്രഭാവിതമാകണമെങ്കിൽ എന്ത് പറയും? दी हुई वस्तु को फिर से स्वयं यूज करना उसको कहा जाता है अमानत में दान. ബാബയ്ക്ക് നൽകിയ സാധനങ്ങള് മിസ്യൂസ് ചെയ്യും. എന്റെ മനസ്സ് ഞാൻ ബാബയ്ക്ക് കൊടുത്തു, പക്ഷെ എനിക്ക് ഒരാളിൽ പ്രഭാവിതം വന്നു. എന്റെ ശരീരം ഞാൻ ബാബയ്ക്ക് കൊടുത്തു, വേറെ ആളുടെ ഇഷ്ടക്കാരൻ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ബാബ പറഞ്ഞു, അപ്പൊ എനിക്ക് തന്ന സാധനം മോശമാക്കി ഉപയോഗിച്ചു. ജബ് മൻ ബുദ്ധി ദേ ദിയാ തോ और आपकी रही कहम जो प्रभावित हो. അപ്പൊ ബാബ പറഞ്ഞു ദയവ് കാണിച്ചു, പക്ഷെ ഈ ആവശ്യമില്ലാത്ത ദൈവനെ പോയി പ്രഭാവിതമാകിയപ്പോൾ ഈ മനസ്സും ബുദ്ധിയും എനിക്ക് തന്നത് അത് നില വേറൊരാൾക്ക് പോയി തലകുനിച്ചത്. ബാബ ഇതെന്തിനാ പറയുന്നത്? അതായത് ഇത് മുകളിലേക്ക് പോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള പണി. ഇതാണ് ഈ ഇതിനെ ഭാവി മുരളി പറയുന്നത്, മായ ജയിക്കാതെ ചക്രം. ഇത് മുക്തി മാത്രം മതി, വല്ല കാട്ടിലും പോയി താമസം ചെയ്ത് എങ്ങനെയെങ്കിലും വരെ രക്ഷപ്പെടും. ഇത് നാട്ടിൽ എല്ലാത്തിന്റെയും ഇടയിൽ ഇരുന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാന്നുള്ളത് ഈ പരിശ്രമം ബുദ്ധിക്ക് വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ഒരു കാര്യം. ബുദ്ധിക്ക് സൂക്ഷ്മത മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ജയിച്ചും തോറ്റും ജയിച്ചും തോറ്റും ജയിച്ചും തോറ്റും മാത്രമേ ഈ ഒരു തോൽവിയും സ്വീകരിക്കാൻ പറ്റണം, ജയത്തിലും അഹങ്കരിക്കാതിരിക്കാൻ പറ്റും. ജയത്തിൽ അഹങ്കരിക്കുമ്പോഴാണ് മറ്റുള്ളവരോട് നമ്മൾ ഗർവ് കാണിക്കും. പരാജയത്തിൽ വരുമ്പോൾ നിരാശ ബാധിക്കും. ഓരോ നിരാശയും ബാധിക്കരുത്, ഗർവ് ബാധിക്കും. അപ്പുറത്തേക്ക് കടക്കാനൊക്കെ ലക്ഷ്യം കുഴിയും കയറ്റം ഉറപ്പൊക്കെ. അപ്പൊ ബാബ പറയാണ്, നമ്മള് ബാബയ്ക്ക് നൽകിയൊരു സാധനം വേറൊരാളിൽ നമ്മൾ വിധേയമാകും. ബാബ പറഞ്ഞു, എനിക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന, ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സാധനം അത് മിസ്യൂസ് ചെയ്യും. ബാബയ്ക്ക് ഹവാലെ കർ ദിയ യാ ആദി രംഗി ആദി. ബാബ എനിക്ക് സമർപ്പിച്ചോ അത് പകുതി തന്നോളൂ, പകുതി കയ്യിൽ വെച്ചിരിക്കുകയാണ്. ജനനെ ഫുൾ ദീ ഹാത്തുടാവും. ബാബ പറഞ്ഞു, എനിക്ക് പൂർണ്ണമായി സമർപ്പിച്ചവർ കൈകൊടുക്കും. ബ്രാഹ്മൺ ജീവൻ കാ ഫൗണ്ടേഷൻ മഹാമന്ത്രിക്കാണ്. ബാബ പറഞ്ഞു, നോക്കൂ ഈ ബ്രാഹ്മണ ജീവിതത്തിന്റെ അടിത്തറ എന്താണ്? ബാബ പറഞ്ഞു, മന്മനാഭം, മനസ്സ് ഭഗവാനെ. ബാബ പറഞ്ഞു, അതാണ് ഇതിന്റെ അടിത്തറ. അതിൽ മുക്തമായിരിക്കുന്ന എല്ലാത്തിന്റെയും ആധാരമായിരിക്കുന്ന ഒരാളെ പിടിക്കാണ്ട് അപ്പുറത്തേക്ക് കടന്നു. ഇത് ലോകത്ത് നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റും, തോണിക്കാരൻ തന്നെ പിടിച്ചോളും. മന്മനാഭവനഹി. അപ്പോൾ വേറൊരാളോട് നമുക്കൊരു മനസ്സിലൊരു ചായ്വ് വന്നു, അവരൊക്കെ മന്മനാഭവൻ. तो ज्ञान सहित रघम दिल आत्मा कभी किसी के ऊपर चाहे, गुना के ऊपर चाहे, सेवा के ऊपर चाहे, किसी भी प्रकार के सहयोग प्राप्त होने के कारण आत्मा पर प्रभावित नहीं हो सकती, क्योंकि भक्त की वैरागी होने के कारण बाबा के स्नेह सहयोग साथ इनके सिवाय और कुछ उसको दिखाई नहीं. അതുകൊണ്ട് ബാബ പറയാണ്, എന്നാ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ആരോടും ദൈവം കാണിക്കാൻ പോകില്ല, ഒന്നിനും ഞാൻ പോകില്ല, ഞാൻ എന്റെ ബാബ റൂമിൽ ധ്യാനിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം നടക്കാത്തതായി. അപ്പൊ ബാബ പറയുന്നത് നടക്കുന്ന കാര്യമാണ്, പക്ഷെ ഇതിന് പണിയെടുക്കേണ്ടത്. അതുകൊണ്ട് ബാബ ഈ പരിശ്രമം വേണ്ടി വരുന്നത്. ജ്ഞാനയുക്ത ദയവുള്ള ആത്മാവ് ബാബ പറയാണ്, മറ്റുള്ളവരുടെ നന്മകളിൽ, ഗുണങ്ങളിൽ, അവര് നമുക്ക് ചെയ്ത ഉപകാരങ്ങളിൽ, സേവനത്തിൽ, സഹയോഗങ്ങളിൽ ബാബ പറയുന്ന പ്രഭാവിതമാകില്ല. എന്തുകൊണ്ടെന്നാൽ പരിധിയില്ലാത്ത വൈരാഗി ആയത് കാരണം
ബാബയുടെ സ്നേഹം, ബാബയുടെ സഹയോഗം, ബാബയുടെ കൂട്ടുകെട്ട് അതല്ലാതെ അവർക്ക് ഒന്നും കാണാം. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ബാബ നിമിത്തമാക്കി ഇപ്പൊ എനിക്ക് ബായി ഒരു കുറച്ച് പൈസ തരും, ബായി ഇതിരിക്കട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു വണ്ടി തന്നു ബായി. അപ്പൊ നമ്മൾ പോകും രണ്ടാമത്തെ ബായി നമുക്കൊരു വണ്ടി തന്നു, രണ്ടാമത്തെ ബായിയോട് നമുക്ക് പ്രത്യേകിച്ച് സ്പെഷ്യൽ സ്നേഹം ഉണ്ടാവും. രണ്ടാമത്തെ ബായി കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നമുക്ക് ഭാവിക്കണെങ്കിൽ വണ്ടി തന്നത് ഞാനാണ്, ചന്ദ്രാന്തത് നീ എന്റെ അടുത്തല്ലേ പറഞ്ഞ വണ്ടിക്ക് സേവയ്ക്ക് ആവശ്യം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. വണ്ടി ഒരു സേവയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനാണ് തന്നത്. ഇതിലൊരു വാക്കുണ്ട്, സർവ്വത പാണി പാദം സർവ്വതോ അക്ഷിശിരോ സർവ്വത ശ്രുതിമല്ലോ സർവമാവർത്തി. എല്ലാ കൈകളും എൻ്റെ, എല്ലാ കണ്ണുകളും എൻ്റെ. അപ്പൊ ഏത് കയ്യിൽ കൂടി സഹായിക്കണമെന്നും ഏത് കണ്ണിൽ കൂടി ഇതൊക്കെ നമ്മളെ നോക്കണമെന്നും ഭാവന അതൊക്കെ എനിക്ക്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ ഏത് കയ്യിൽ കൂടെയാണ് തന്നത് പിറകുള്ള ആൾ അറിയില്ല. അതിനാണ് ബാബ പറയുന്നത് പ്രഭാവിതമായി നമുക്ക് കിട്ടിയ ഉപകാരങ്ങളിൽ, സഹയോഗങ്ങളിൽ, പിന്നെ മറ്റുള്ളവരെ നന്മയിൽ അവർ എന്തൊരു നല്ല മനുഷ്യനാണ്. അവർ ഈ അച്ഛായി എന്ന് പറഞ്ഞാൽ തന്നെ ബാബ ഒരിക്കലും അച്ഛനാണ്. അത്ര ഉയർന്ന മാനസികാവസ്ഥ. അപ്പൊ അവിടെ വേറെ പ്രോബ്ലം വരും, നന്ദിയോട് കാണിക്കും. ഓ നമുക്ക് വണ്ടി തന്നത് ബാബയാണ്, ഇങ്ങനത്തെ നമുക്ക് എന്താ ബന്ധം? അത് ശരിയാണ്. ചിലർ അങ്ങനെയാണ്. ഞാൻ ഈ പണ്ട് അമ്പലപ്പുഴ ഞാൻ ഇപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇന്ന് നമ്മൾക്ക് ജ്ഞാനത്തിൽ വന്ന സമയം ആ ഘട്ടം വളരെ മുകളിലാണ്. അപ്പൊ അവര് പറഞ്ഞ ബൾബ് പീസായി, ബൾബ് നിട്ടുക 6ാമിലേക്ക് പിടിച്ചില്ല, കഷ്ടപ്പെട്ട് നമ്മൾ ബൾബ് കൊടുത്തപ്പോ താങ്ക്സ് മാറും. ഞാൻ വിചാരിച്ച ഞാനല്ലേ കഷ്ടപ്പെട്ടത്, എനിക്ക് ബാബ എന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല. ഇവര് ഈ താങ്ക്സ് പറയുന്ന ബാബയ്ക്കാണല്ലോ, ബൾബിട്ട് ഞാനാ കഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് അത് മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞാൽ അതാ വേണ്ടത്. പക്ഷേ ബാബ പറഞ്ഞു ഇഹലോകത്ത് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത്യാവശ്യം അനുമോദിക്കാനും അവരുടെ ആദരവ് കാണിക്കാനും സ്നേഹം കാണിക്കാനും കൃതജ്ഞതയുള്ളവരാകാനും അതൊരു ഗുണമാണ്. പക്ഷെ ഈ കൃതജ്ഞത ബാബ പറഞ്ഞു അധീനതയായി അവരില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ബാബ പറയുന്നു പരമാത്മാവായും പരന്ധാമ നിങ്ങൾ തമ്മിലായി പാടുള്ളൂ. അപ്പൊ ബാബ പറയാണ് ഈ വൈരാഗിയായ ഒരു ആത്മാവ് ഇതൊന്നും കാണും. ഇതൊക്കെ ബാബയുടെ കാര്യം ബാബ നടത്തുന്ന വ്യക്തിയിൽ ബാബ പറഞ്ഞു എന്റെ അടുത്തിരിക്കും. ബുദ്ധിമയം ആയേകാഹിനെ ഇങ്ങനെയുള്ള പ്രഭാവങ്ങളൊന്നും അവരുടെ ബുദ്ധിയിലുണ്ടാവും. തുമീസെ ഉടും തുമീസെ സോം തുമീസെ കാവും. നിന്റെ കൂടെ നടക്കും, നിന്റെ കൂടെ കഴിക്കും, നിന്നോടുകൂടി നടക്കും. രഹിം തുമീസെ സേവ കഴിയും, നിന്റെ കൂടെ സേവ ചെയ്യും. തുമീസാത്ത് കർമ്മയോഗി വരും, നിന്റെ കൂടെ ഞാൻ കർമ്മയോഗിയാകും. യഹി സ്മൃതി സദാ ഈ സ്മൃതി ആയിരിക്കും. അതുകൊണ്ട് സേവാരംഗത്ത് ഒരു സംഘർഷമുണ്ട്. അപ്പൊ നമ്മൾ പറയും ഇനി നമ്മൾ അവിടേക്ക് സേവിക്കില്ല. ഉപയോഗിക്കാൻ എന്താ കാര്യം എന്താ? അത് അവര് ശരിയില്ല. അപ്പൊ പറഞ്ഞ ആ സേവാകേന്ദ്രം സേവ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സേവ ചെയ്താൽ ആർക്കാരും ഗുണം കിട്ടും? അപ്പൊ തീർന്നു, വെറുപ്പ് തീർന്നു. സേവ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം. എനിക്ക് സേവ ചെയ്യേണ്ടത് എന്റെ ആവശ്യമാണ്. എനിക്ക് വേറെ മാർഗമില്ല എന്റെ മുമ്പിൽ. അവർ അത് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുള്ളൂ. സേവ തരുന്നവരോട് പ്രഭാവമാണ്. ഇതാണ് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ചിലപ്പോൾ പൈസ തരുന്നവരുടെ പ്രഭാവം. ഇത് അങ്ങനെ ആരും എന്നാലും പൈസ ഉണ്ടെങ്കിൽ എന്തൊരു നല്ല വംശം. പൈസ ഇല്ലെങ്കിൽ വംശം വളരെ ചെറിയ പൗരം കിട്ടാൻ ശാന്തിമായി ഇതായി കണ്ടിട്ടില്ലല്ലോ. മറ്റൊരു ക്ലാസ് വെള്ളം ചോദിച്ചാൽ ശ്രീമത്തല്ല സെൻട്രിൽ നിന്ന് വെള്ളം കെട്ടി മറ്റേ അപ്പൊ ബാബു പറയും ഇതൊക്കെ എന്തിനാണ് അല്ല, ഇതൊക്കെ അതിജീവിച്ച് പോകാൻ സാധിക്കും. 99% അങ്ങനെയില്ല, അപൂർവം ചിലർക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവൂ. അപ്പൊ ബാബ പറയാണ് ഒരിക്കലും നമ്മുടെ നന്മകളിൽ പ്രഭാവിതമാകും, നമുക്ക് കിട്ടിയ സഹയോഗങ്ങളിൽ പ്രഭാവിതമാകും, നമ്മൾ കൊടുത്ത സഹയോഗങ്ങളിൽ പ്രതീക്ഷയുള്ളവരാകും. എനിക്ക് ഇത്രയും ചെയ്തിട്ടും അവരെന്നോട് ഇങ്ങനെയാണല്ലോ കാണിച്ചത്, അവർ ഇത്രയും ചെയ്തത് ആരെ ചെയ്യിച്ചു, ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, ചെയ്തതിന്റെ പ്രാപ്തി ആർക്കാണുള്ളത്? അപ്പൊ ബാബ പറഞ്ഞു പ്രഭാവം ഉണ്ടാവില്ല. ഭലേ പോയി ശ്രേഷ്ഠാത്മാ ദ്വാര സഹയോഗം ബാബ പറയണ ഒരു ശ്രേഷ്ഠ ആത്മാവിന്റെ സഹയോഗം കിട്ടിയ ബാബ പറഞ്ഞു അവർക്ക് കൊടുത്തതാണ്. ഏക ബാബയ്ക്ക് തരത്തി ബുദ്ധിയായി അവർക്കും കൊടുത്തതാരാണ്? ഈശ്വരനല്ലേ, ബാബയല്ലേ. അപ്പൊ ബാബ പറഞ്ഞു അവിടേക്ക് മനസ്സിൽ പോകും സഹയോഗല്ലോ. ലേക്കിൻ ദാതാക്വൻ ഇത് പോലെ സഹയോഗം എടുക്ക്, കാര്യം സഹയോഗം ഇല്ലാണ്ട് മുന്നോട്ട് പോകും. പക്ഷെ ദാതാവ് ആരാണ്?
അവർക്ക് കൊടുത്തത് ആരാണ്? അത് മറക്കരുത്. ശ്രീമത്ത് ഏക് ബാബയ്ക്ക്, ശ്രീമതം ഒരു ബാബയുടെ ആണ്. कोई निमित्त आत्मा आपको बाप की श्रीमत की स्मृति दिलाते हैं तो उनकी श्रीमत नहीं कहेगी, लेकिन बाप की श्रीमत को फॉलो कर औरों को भी फॉलो कराने की स्मृति दिलाती है. ആരെങ്കിലും നിമിത്തമായ ആത്മാവ് ബാബയുടെ ശ്രീമത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ബാബ ഈ ശ്രീമത്ത് അവരുടെ ഒന്നും എന്റെ ശ്രീമത്ത്, അവരങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ബാബ പറഞ്ഞത് അത് ആരുടെ ശ്രീമത്താണ്? എന്റെ ശ്രീമത്തല്ല, അത് അവരുടെ ശ്രീമത്ത്. ബാബ പറയണു അത് ഫോളോ ചെയ്യാൻ ഒരു സ്മൃതി തന്നല്ലേ ഉള്ളൂ. നിമിത്ത ആത്മായും ശ്രേഷ്ഠ ആത്മായും കബി യഹ് കഹേഗി മേരി മത് പർ ചൽ. നിമിത്ത ആത്മാക്കളും ശ്രേഷ്ഠ ആത്മാക്കളും എന്റെ മതപ്രകാരം നടക്ക് എന്ന് ഒരിക്കലും പറയും. ബാബ ഇങ്ങനെയാണ് പറയുന്നത്, ബാബയുടെ മതപ്രകാരം നടക്കാനേ. മേരി മത് ഹി ശ്രീമത് യഹ് കഹേഗി, എന്റെ മതമാണ് ശ്രീമത്ത് എന്ന് പറയില്ല. ശ്രീമത്തിക്ക് വെറുതെ സ്മൃതി ദിലാത്തെ ഇസ്തോ കാത്തെ യഥാർത്ഥ സഹയോഗ ലേന അവർ സഹയോഗം. അവര് ബാബയുടെ ശ്രീമത്ത് സൂചിപ്പിച്ചു കൊടുക്കുന്നു. അതല്ലാണ്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം, ഞാനാണ് ഇതിന്റെയൊക്കെ, അവർ അങ്ങനെ ഒരിക്കലും നിമിത്തമായ ആത്മാക്കൾ ചെയ്യില്ല. അത് സഹയോഗം കൊടുക്കാം, സഹയോഗം എടുക്കാം, പക്ഷെ നമ്മൾ ദൈവമാകില്ല. ദീദിക്ക് ദാദിക്ക് ശ്രീമത്തിന് ബാബ ദീദിക്കും ദാദിക്കൊന്നും ശ്രീമത്തില്ല. निमित्त बनते ही श्रीमती की शक्ति स्मृति दिलाते हैं, इसलिए कोई भी आत्मा के ऊपर प्रभावित नहीं. ദാദിമാരും മുതിർന്നവരും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ബാബയുടെ ശ്രീമത്ത് കാണിച്ചു തരും, ഇങ്ങനെ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും. പക്ഷെ ബാബ പറയണു ദാദിയോടും ദീദിയോടും പ്രഭാവിക്കും. ഏത് ആരാണെങ്കിലും ബാബ അവരോട് പ്രഭാവിക്കും. അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത്. അത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ ശ്രീമതവും അവർക്ക് ബുദ്ധി കൊടുത്ത് ഞാൻ തരും. अगर किसी भी बात में किसी पर प्रभावित होते हैं, चाहे उसके नाम की महिमा पर, रूप पर व किसी विशेषता पर, तो लगाव के कारण प्रभावित होने के कारण बुद्धि वहां अटक जाए. അതിന്റെ പ്രശ്നം ബാബ പറയാണ്, ആരിലെങ്കിലും അവരുടെ നന്മകളിലോ അവർ നമുക്ക് ചെയ്ത ഉപകാരങ്ങളിലോ അവരുടെ ഗുണങ്ങളിലോ അത് ബാബ പറയണം അവരുടെ നാമത്തിലും രൂപത്തിലേക്ക് പോയി ബാബ പറയണം ഒട്ടിപ്പിടിച്ചു, പിന്നെ അതിന് മനസ്സ് പറ്റും. അഗർ ബുദ്ധി അടക്ക് ഗയിട്ടോ ബുദ്ധി കലാപനെ. അങ്ങനെ ബാബ പറയാണ് വ്യക്തികളിലേക്കോ എവിടെയെങ്കിലും പോയി നമ്മുടെ മനസ്സ് ഒട്ടിപ്പിടിക്കാൻ മറക്കാൻ പറ്റില്ല. അപ്പനെ ഉപരി പ്രഭാവിത പോകുന്നു. ചിലരെന്താണ് അവരവരിൽ പ്രഭാവം, നമുക്ക് നമ്മളോടൊരു പ്രഭാവം. അതെന്താണ്? മേരി ബഹുത് അച്ചി പ്ലാനിങ്, ഞാൻ നല്ല ബുദ്ധിയുള്ള ഒരാളാണ്. നല്ലതാ ഇങ്ങനെ തോന്നാൻ ഞാൻ ഭയങ്കര ബുദ്ധിയുള്ളതാണ്. മേരാ ഞാൻ ബഹുത് സ്പെഷ്യൽ, ഞാൻ ക്ലാസ് എടുത്താല് ആൾക്കാർക്ക് സന്തോഷമാകും, ഭയങ്കര. അപ്പൊ വേറൊരാളെ വിളിച്ചാല് അപ്പൊ പ്രശ്നമാവും. അയാളെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിച്ചത് ഞാനല്ലേ ക്ലാസ് എടുക്കേണ്ടത്, ഞാൻ ക്ലാസ് എടുത്താലല്ലേ ശരിയാവുന്നത്, അപ്പൊ എന്നെ വിളിക്കണം, പ്രശ്നം വേറെ. മേരെ ജയ്സി സേവ അവർ കൊയ്യ കണ്ടായി, ഞാൻ ചെയ്യുന്നത് പോലെ ആർക്കും ചെയ്യാൻ പറ്റും സേവ. അത് സ്ഥൂലം കൊണ്ട് സൂക്ഷ്മം. മേരി ഇൻവെന്റർ ബുദ്ധി, പല കാര്യങ്ങളും നവീനത കണ്ടുപിടിക്കുന്ന ബുദ്ധി എനിക്ക്. ഗുണവാനം, ഞാൻ നല്ല ഗുണവാനം. ഇത് അപ്പനെ ഊപ്പർ പ്രഭാവിതനെ, ഇങ്ങനെ തന്നെത്താൻ പുകഴ്ന്നു, അതൊരു തരം പ്രഭാവമാണ്, അവരവരുടെ മുകളിൽ പ്രഭാവം. ആ ഞാനെന്ന് പറയുമ്പോൾ ആത്മാവിലാണ് ഈ ഗുണങ്ങൾ വരുന്നില്ല, ആത്മാവിരിക്കുന്ന ഞാൻ ഈ ദേഹത്തിലായിരിക്കും നമുക്ക് എപ്പോഴും വരുന്നത്. അതിനാണ് ബാബ പറയുന്നത് ദേഹ ബോധം പോകും, ദേഹ അഹങ്കാരവും പോകും, ദേഹാഭിമാനം പോകും. നമ്മളിലെ നന്മകളിൽ ഗുണങ്ങളിൽ നമുക്കൊരു പ്രഭാവം വരും. ഞാൻ നല്ലവനാണെന്ന് തോന്നും, അവിടെ നല്ലവനാകണം, പക്ഷെ ഞാൻ നല്ലവനാണെന്നൊരു അഹങ്കാരം പാടില്ല. എന്നെ നല്ലവനാക്കിയ ആളെ മറക്കണം. എന്നെ നല്ലവനാക്കിയത് ബാബ പറയണം മറ്റുള്ളവരെ നല്ലവനാക്കാനാണ്, അവർക്ക് സേവ ചെയ്യാൻ വേണ്ടി. നീ നല്ലവനാണ്, നീ നല്ല സേവനം എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് പൊസിഷൻ നീ ആഗ്രഹിക്കും. അത് ബാബ എപ്പോഴും തന്നെ അധികാരിയാകും, സേവാധീനായി നിന്നാ സൂക്ഷ്മമാണ് മായ. നമ്മള് ഡിസർവ് ആഗ്രഹിക്കുന്നു. ഞാൻ നല്ല മനുഷ്യൻ, ഞാൻ അതൊക്കെ സേവാധാരി, ഞാൻ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം പോകാം, ഞാനാണ് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടത്. അപ്പൊ ബാബ ഞാനെവിടുന്ന് വന്നു? ഇതെല്ലാം ഡ്രാമ അനുസരിച്ച് നമ്മുടെ ആത്മാവിലുള്ള കാര്യങ്ങൾ മാത്രം, അല്ലാത്തൊന്നും ചെയ്യാം. ഞാൻ മിടുക്കനാന്ന് എപ്പോ പറയാന്നറിയാം? ഞാൻ മിടുക്കനാണ്, എനിക്ക് കഴിവുണ്ടെന്ന് എപ്പോ പറയാം? ബാബ പോലും ഒരിക്കലും പറയില്ല. ബാബ എപ്പോഴെന്ന് പറയും കുട്ടികളെ, ഞാൻ നിങ്ങളുടെ സേവാധാരിയാണ്, ഞാൻ അധികാരിയാണ്. ഡ്രാമയിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യാം. ബാബ നീ മിടുക്കനാന്ന് ഞാൻ പറയും.
ഡ്രാമയിൽ ഇല്ലാത്തൊരു കാര്യം നിനക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, ഡ്രാമ തീരുമാനിക്കാത്തൊരു കാര്യം ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ പവർ ഒന്നും എടുക്കണം. ബാബു പോലും എന്താ പറയുന്നത്? ഡ്രാമ അനുസരിച്ചാണ് ഞാൻ വരുന്നത്, ഡ്രാമ അനുസരിച്ചാണ് വാക്കുപോലും ഞാൻ പറയും. ഒരിക്കലും ഞാൻ ചെയ്യുന്നത് ഞാൻ പറയും. ഒന്നും മരിക്കാൻ നേരത്തെ പറയുന്നില്ല ശിഷ്യൻ, ഞാനൊന്നും ചെയ്തു, ചെയ്യിപ്പിക്കപ്പെടുകയാണ്. അതൊരു കലാപരമാണ്, ചെയ്യിപ്പിക്കപ്പെടും. അപ്പൊ ബാബ പറയാണ്, എനിക്ക് ജ്ഞാനം വളരെയധികം ഉണ്ട്, എന്നെ പോലെ സേവ ചെയ്യാൻ ആരെങ്കിലും പറ്റത്തില്ല, എനിക്ക് നല്ല പ്ലാനിങ് ബുദ്ധിയാണ്, ഞാൻ നല്ല ഇൻവെന്റർ ആണ്, എനിക്ക് നല്ല ഗുണങ്ങളുണ്ട്. ബാബ പറയട്ടെ, ഇതൊക്കെ അവരവരുടെ മുകളിൽ വരുന്ന പ്രഭാവം. വിശേഷതാ പ്ലാൻ ബുദ്ധി ലേക്കിൻ സേവാക്കിയ നിമിത്ത കൃഷ്ണപര. വിശേഷതയുണ്ട്, പ്ലാനിങ് ബുദ്ധിയുണ്ട്. ബാബയ്ക്ക് ആരാണ് ഇതിനെ നിമിത്തമാക്കിയത്? मालूम था क्या की सेवा क्या होती है, इसलिए सो उन्नति के लिए യഥാർത്ഥ ജ്ഞാനയുക്തരകത്തിൽ വരണ ബഹുത ആവശ്യം. സേവ എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു, വായി തുറക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നു. ഞാൻ പിടിച്ച് വായി തുറപ്പിച്ച് വന്നപ്പോൾ ഇപ്പം എടുക്കാനായി. അപ്പൊ ബാബ പറയാണ്, അതുകൊണ്ട് ജ്ഞാനയുക്ത ദയവാണ് വേണ്ടത്. ഏഷ്യ ഘൃണ സമാപ്ത പിന്നെ വെറുപ്പം ഉണ്ടാവില്ല. तीव्र गति की कमी का मूल कारण यही है, ईर्ष्या व घृणा या प्रभावित. ബാബ പറഞ്ഞു, തീവ്രമായ ഗതിയിൽ നമുക്ക് പുരുഷാർത്ഥത്തിൽ പോകാൻ പറ്റാത്തതിന്റെ അടിസ്ഥാന കാര്യം ഇതാണ്. ഒരാളോട് നമുക്ക് അസൂയ വന്നാൽ കത്തും മനസ്സ്. ഈ അസൂയ ആരോടെ വരുന്നത്? നമുക്ക് അസൂയ വരുന്നത് തലക്കാരുടെ അസൂയ വരും. മഹാരാജ സ്കൂളിൽ ഒരാൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നു പറഞ്ഞാൽ നമുക്ക് കേട്ട് നമുക്ക് അസൂയ വരില്ല, കൊള്ളാം നന്നായിട്ട് ക്ലാസ്. പക്ഷെ നമ്മളെക്കാളും ബ്രഹ്മകുമാരിസിൽ നമ്മളെക്കാളും നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സിനെക്കാളും നല്ലത് നാഗരാജിയുടെ എന്ന് പറഞ്ഞാൽ ക്ലാസ്. പിന്നെ എന്റെ മനസ്സിൽ ഇയാൾ എങ്ങനെയെങ്കിലും ഒതുക്കാനായി, അസൂയ വന്നാൽ ഒതുക്കാൻ ശ്രമിക്കും. അപ്പോ നാഗരാജയെ കുറിച്ച് ഒരാൾ നല്ലത് പറയും, സുദർശനഭായി പറയും നാഗരാജഭായി ആണ്. അപ്പൊ നമ്മള് മുകളിലേക്ക് നോക്കി ചിരി, ഞാൻ എപ്പോൾ ശരി. പക്ഷെ അയാൾ അമൃതമല്ല എഴുതാം. അതായത് എങ്ങനെ ഇങ്ങനെ താത്തിക്കണം. അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിനോട് നമുക്ക് അസൂയ. അപ്പൊ ബാബ പറയാറുണ്ട്, നിങ്ങളോട് ദേഷ്യം ഒരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ വലിയ ഒരു പരിധി വരെ നിങ്ങളുടെ അസൂയ ഉള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്ത് കുഴപ്പം ചെയ്തു, ബാബ നിങ്ങൾ തന്നെ വെറുതെ പരേശാനായി പോണ കാര്യം ആരെങ്കിലും കാണിച്ചു. പിന്നെ കണ്ടത് പറഞ്ഞുകൊണ്ടാണ് അവർ അതിന്റെ കഥയിലും ഇങ്ങനെ ഒരു സാധനം കിടപ്പുണ്ടാവും. നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അവർ പറഞ്ഞു ഉണ്ടെങ്കിൽ അങ്ങ് തിരുത്തിയേ, ഈ പറഞ്ഞതിൽ കാര്യം ഉണ്ടെങ്കിൽ അങ്ങ് തിരുത്തിയേ, ഇല്ലെങ്കിൽ വിട്ടുകളയാനുള്ള ബുദ്ധിമുട്ടാവും. അതും താങ്ങിക്കൊണ്ട് നടക്കും. വലിയ പാട്ടാണ് അപ്പുറത്തേക്ക് കിടക്കുക, സമ്പൂർണ്ണ നിർവികാരിയാകുക, മനോവികാരങ്ങൾ ജയിക്കാനുള്ള പാട്ട്. അതിൽ ഏറ്റവും വലിയ പാട്ടാണ് അസൂയ. അസൂയ ജയിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. എനിക്ക് അസൂയ വരും, അസൂയ ഇല്ലാത്തവർക്ക് കാര്യം ഉണ്ടാവും. കനകമായിക്ക് ഇന്ദിരാമായിയുടെ അസൂയ വരും, കനകമായിക്ക് ലൈനാകൃഷ്ണയുടെ അസൂയ വരേണ്ട കാര്യം. ഇന്ദിരാമായിക്ക് ലീലാമായിയുടെ ചിലപ്പോ വരും. ഇതൊക്കെ അസൂയയിലൊന്നുമില്ല. അസൂയം വെറുക്കുന്നില്ലെങ്കിൽ മനുഷ്യനെ ദേവതയാക്കാൻ പറ്റും. ടിങ്കിൾ ശിഷ്ണാരുടെ അസൂയ ഉണ്ടാവും. അത്യാവശ്യം വന്നോട്ടെ, വന്നാലേ ഇല്ലാണ്ടാകും. വന്നെന്ന് പറയാൻ പേടിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോ നാഗരികയുടെ അസൂയ വന്നു, ഈ അസൂയ ഇല്ലാണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സന്തോഷമായിട്ട് അസൂയ വന്നു, അസൂയ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യും? ഈ ഒരേ സേവാകേന്ദ്രത്തിൽ സേവ ചെയ്യുന്നവർക്ക് നമുക്ക് തമ്മിലായിരിക്കും അസൂയ. സുദർശൻ ഭായി ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ കയ്യാമർത്തി ഇത് സന്തോഷമുള്ളൂ, നല്ല കാര്യം. പക്ഷെ അത് വേറൊരു അമർത്തുന്ന ഒരാൾക്ക് ഇഷ്ടമാകും. ഇയാൾ അമർത്തിയപ്പോ എന്നെക്കാളും നല്ല വലിച്ചു, അപ്പൊ അസൂയ. എനിക്ക് അസൂയ വരേണ്ട കാര്യം എന്താ? ഞാൻ ആ ഫീലിലാണ്. പിന്നെ എന്നെക്കാളും നല്ല ആളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോ ഇയാൾ കയറിപ്പോകാൻ ശരിയാവില്ല. സെൻട്രൽ ആൾക്കാർക്കുണ്ട് ചാൻസ്. അപ്പൊ എന്റെ കാര്യം കഷ്ടപ്പെട്ടു. അപ്പൊ ബാബയാണ് നിമിത്തമാക്കുന്നത്, ബാബയാണ് സേവ ചെയ്യിപ്പിക്കുന്നത്, ഡ്രാമനുസരിച്ച് നിനക്ക് കിട്ടുന്നത് കിട്ടും, ഇതൊക്കെ പോകും. ഇതെല്ലാം പറഞ്ഞിട്ട് യോഗത്തിലിരുന്നത് ശരിയാവും. യോഗത്തിലിരുന്നാൽ സുദർശന ചക്രം കറങ്ങില്ല. സുദർശൻ എങ്ങനെ അടിച്ചിടും? വലിയ പാടാ ഈ യജ്ഞം നമുക്ക് ജയിക്കുന്ന. അപ്പൊ അതിനൊരൊറ്റ മാർഗം എന്താണെന്നറിയാം, എളുപ്പ വഴി എന്താണെന്നറിയാം. ആരോടാണോ അസൂയ തോന്നുന്നത് അവരെ അനുമോദിച്ച് നമ്മളങ്ങ് സംസാരിക്കും. ഈ ബ്രഹ്മബാബയ്ക്ക് മമ്മയോട് ചിലപ്പോൾ അസൂയ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ബാബ മുരളിൽ എപ്പോഴും പറയും, മമ്മ എന്നേക്കാൾ മമ്മ കുമാരി, ഞാൻ പതിതനാണ്, മമ്മയ്ക്ക് എന്തൊരു ഗതി. അപ്പൊ
അതായത് പുരാണത്തിൽ പറഞ്ഞ അവനെ നേരിട്ട് കൊല്ലാൻ പറ്റില്ല. ഇത് ദുര്യോധനന് നേരിട്ട് കൊല്ലാന്ന് വരിക, അവിടെ തുടക്കടിച്ച് കൊല്ലും. കാരണം നേരെ ഒന്നും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് പോകാം, പല വളഞ്ഞ വഴി കൂടെ കയറി പിടിച്ച്. അപ്പൊ അസൂയ ഇല്ലാണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ്, ആരോട് നമുക്ക് അസൂയ തോന്നുന്നു 10 പേരെ വിളിച്ച് അവരെ നന്മയൊക്കെ പറഞ്ഞു. ഭയങ്കരമായിട്ടാണ് ആള് നല്ല ആളാണ്, നല്ല ആളാണ്, നമുക്ക് കുറച്ച് സമാധാനം. അല്ലെങ്കിൽ ആരെങ്കിലും നല്ലത് പറയുമ്പോൾ നമുക്ക് സമാധാനം. അപ്പൊ ബാബ പറയാണ്, ഈ എല്ലാ കുറവിന്റെയും 90% കുറവിന്റെയും കാരണം ഈ അസൂയ, പിന്നെ വെറും, പിന്നെന്താണ് ഈ വിധേയത്വം, പ്രഭാവിതമാണ്. ഈ പ്രഭാവിതമാകുന്നത് ഭയങ്കരമായ ഒരു ഇതാണ്. ചാഹെ അപ്പനെ ഊപ്പർ ചാഹെ ദൂസരേക്ക് ഊപ്പർ ആ ഒരു ചൗദി ബാത്ത് സുനായി അപ്പനെ. ചിലപ്പോൾ നമ്മളിൽ പ്രഭാവമാണ്, ചിലപ്പോൾ മറ്റുള്ളവരിൽ പ്രഭാവം. പിന്നത്തെ കാര്യം എന്താണ്? അശ്രദ്ധ അല്ലെങ്കിൽ അലസത. ഏകത്തോ ഹോത്താ ഹി കെ ടൈം പർ തയ്യാർ ഹോ ജായേഗി ഏകിക്കാൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കും അല്ലേ? ഇതൊക്കെ ഈ പറയാന്ന് മാത്രം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിടക്കും. ആ സമയമാകുമ്പോൾ ഇതൊക്കെ ശരിയാവും. ഇതാണ് ഈ അലസത. ബാബ്ദാദ ने एक हंसी की बात पहले भी सुनाई. ബാബ ഒരു ചിരിയുടെ കാര്യം, ചിരിക്കാൻ ഒരു കാര്യം നേരത്തെ കേൾപ്പിച്ചിട്ടുണ്ട്. ब्राह्मण आत्माओं की दूर की नसर बड़ी तेज है और नजदीक की नसर थोड़ी कमजोर है, इसलिए दूसरों की कमी जल्दी दिखाई देती है और अपनी कमी देरी से दिखाई देती है. ബ്രാഹ്മണ ആത്മാക്കൾക്ക് ദീർഘദൃഷ്ടി, ദൂരെയുള്ള കണ്ണ് വളരെ, അടുത്ത കണ്ണിത്തിരി കുറവ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ നന്നായിട്ട് പെട്ടെന്ന് സ്പഷ്ടമായിട്ട് കാണുന്നു, തന്റെ കുറവുകൾ കാണുന്നു. കണ്ണെപ്പോഴും ദൂരേക്കോ, അവരെ നമ്മളെ കാണും. तो रहम की भावना लवफुल भी हो और मर्सीफुल भी हो, इससे दिल से वैराग. അതുകൊണ്ട് ബാബ പറയാണ്, ദയവ്, ബാബ പറയാണ്, അത് ദൈവന്റെ ഭാവനയും സ്നേഹവും എല്ലാം ഒരുമിച്ച് എങ്കിലും സമാനമായിട്ട്, അതാണ് ഹൃദയപൂർവ്വം. जिस समय सुनते हैं वह बट्टी होती रुलहन होती, उस समय तो सब समझते ऐसे. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭട്ടിയിൽ, അല്ലെങ്കിൽ ബാബയോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും തോന്നും ഇതൊക്കെ ചെയ്യണം. അപ്പൊ അത് അല്പകാലക്ക വൈരാഗ്യാത്ത കേൾക്കാനായി, അത് അവർ അല്പകാലം തോന്നുന്നു, ഹൃദയത്തിൽ നിന്ന് വരും. ഭാവി പറയുന്നത് സത്യമായ കാര്യം, ഭാവി പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ നോക്കുക, ഭാവി പറയുന്നത് ഇന്നവർ മുരളിയാക്കാത്ത കഷ്ടമായി പോയി, അത് ഇന്നത്തെ മുരളി അവർക്കുള്ളതാണ്. നമ്മൾ മുരളി നമുക്ക് വേണ്ടിയിട്ടല്ല, മുരളി നമുക്ക് വേണ്ടിയിട്ട് എടുക്കാത്തതാണ് ഏറ്റവും വലിയ ഗുണം. ഇത് എന്നോട് ബാബ പറയുന്ന, ഞാനാണ് അർജുൻ എന്ന് വിചാരിച്ചത്. അപ്പൊ ബാബ പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് ഒരു വൈരാഗ്യം വരും. ജോ ബാബുക്കോ അച്ഛൻ നഹി ലഗത്താ ഉസ്സേ ദിൽ സേ വൈരാഗ്യം. ഇത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കും. അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് ഇഷ്ടമാകും. ബാബ പറഞ്ഞു, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നിങ്ങൾക്ക് ഹൃദയപൂർവമായ ഒരു വൈരാഗ്യം. अपने आप को भी अच्छा नहीं लगता ही, लेकिन बेहद के वैराग्य वृत्ति का हल चलाओ रहम दिल. ബാബ പറയാണ്, പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയുടെ കലപ്പോഴും ദയവുള്ളവരായി, അപ്പോൾ എന്താ ശരി. കൈ ബച്ച് ബഹുത് അച്ചി അച്ചി ബാധ്യത സുന. പല കുട്ടികളും നല്ല നല്ല കാര്യങ്ങൾ കഹത്തെ जब कोई झूठ बोलता तब बहुत गुस्सा आता, झूठ पर गुस्सा आता, या कोई गलती करता तो गुस्सा आता. ബാബ പറയണം, പല കുട്ടികളുടെയും വർത്തമാനങ്ങൾ വളരെ തന്ത്രശാലികളാണ്. അവര് നുണ പറയുമ്പോൾ എനിക്ക് ദേഷ്യം, അവര് തെറ്റ് കാണിക്കുമ്പോൾ ബാബ എനിക്ക് ദേഷ്യം. എനിക്ക് പൊതുവെ ദേഷ്യമില്ലാത്ത ഒരാളാണ്, പക്ഷെ അവര് തട്ടിപ്പ് കാണിക്കണം ബാബ, അപ്പൊ എനിക്ക് ദേഷ്യം. അവര് നുണ പറയുന്നു ബാബ, അപ്പൊ എനിക്ക് ദേഷ്യം. വൈസേനയ്ക്ക് മാറ്റാം, इसे झूठ बोला तो ठीक है, उसको रॉन्ग समझते हो और जो आप गुस्सा करते हो वह पर राइट है. എനിക്ക് ദേഷ്യം വരാറില്ല ബാബ, പക്ഷെ പച്ചക്കള്ളമാണ് കാണിക്കുന്നത്. അത് കാണുമ്പോ എനിക്ക്, അസത്യം കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല ബാബ, ഞാൻ പൊട്ടിത്തെറിച്ചത്. ആവും ശരി, അവര് കാണിച്ചത് തെറ്റ്, അപ്പൊ നീ കാണിച്ചത് ശരിയാണ്. അവര് കാണിച്ചത് തെറ്റാണ്, പറഞ്ഞു നീ പൊട്ടിത്തെറിച്ചത് ശരിയാണ്. റോങ് കൈസേ സംസാരിച്ചു. ബാബയ്ക്കാണ് തെറ്റ്, തെറ്റിനെ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ തെറ്റുകൊണ്ട് തെറ്റിനെ എങ്ങനെ മിണ്ടാൻ പറ്റുമോ? സോനുമ്പോൾ അവിടെ ആ ക്ലാസ്സിലെ ഇതൊന്നും വേണ്ട, ഒരു മന്ദബുദ്ധിയായിട്ട് ഇങ്ങനെ മന്ദബുദ്ധിയും ബുദ്ധനും ഒരുപോലെ ഇരിക്കുന്നു.
ഉസ്കാ അസർ കൈസെ ഹോ സക്താ. ബാബയ്ക്കാണ് നീ തെറ്റ് കാണിച്ച്, അതായത് നീ പൊട്ടിത്തെറിച്ച് ഒരാളുടെ തെറ്റ് ശരിയാക്കാൻ ശ്രമിച്ച് നീ കാണിക്കുന്നതിന്റെ പ്രഭാവം എങ്ങനെ അവർക്കുണ്ടാകും? उस समय अपनी गलती को नहीं देखते लेकिन दूसरे की झूठ की छोटी बात को भी बड़ा करते. അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ തെറ്റ് മനസ്സിലാകുന്നില്ല, അവര് കാണിച്ച തെറ്റാണ് വലുതായിട്ട് തോന്നുന്നത്. അവരങ്ങനെ കാണിച്ചു, അവരങ്ങനെ പറഞ്ഞു, അങ്ങനെ കാണിക്കാം, അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. അപ്പൊ പറഞ്ഞു തന്റെ പോരായ്മ മനസ്സിലാകുന്നില്ല. ഭാവിക്ക് യജ്ഞമാരുടെ ഈ ദാദിമാരൊക്കെ എങ്ങനെ രക്ഷപ്പെടുന്നത്? ഒന്നിലും ഇടപെടാത്തതുകൊണ്ട്. ഇടപെടാണെങ്കിൽ അവർക്ക് പട്ടുപിടിക്കും. എല്ലായിടത്തും പ്രശ്നങ്ങളില് അവരിടപെടും, അവരൊന്നിനും ഇടപെടും അല്ലെ? എല്ലാം എല്ലാം ബാബാജാന്റെ ഡ്രാമ, അത്രേ ഉള്ളൂ. കൂടുതലുള്ളവർ പറയും മാക്സിമം 2 പ്രാവശ്യം പറയും, കൂടുതലൊന്നും പറയാം, ശരിയാണെങ്കിൽ ശരിയായി, അത് ഡ്രാമ അനുസരിച്ച്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും. ഐസേ സമയം രഹം ആളുകൾ തെറ്റ് ചെയ്യും, ദയവുള്ളവരാണ്. अपनी प्राप्त हुई बाबा की शक्तियों द्वारा रकम बनो सहयोग. ബാബയിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മശക്തി അവർക്ക് വേണ്ടി അവർക്ക് സഹയോഗം കൊടുക്കും. ലക്ഷ്യ അച്ഛാ രഹത്തേക്ക് ഉनको छूट से बचा रहे, ലക്ഷ്യ അച്ഛാ ഹി उसके लिए मुबारक हो. അവരുടെ തെറ്റ് ശരിയാക്കാനുള്ളല്ലേ അവർ കാണിച്ച കള്ളം, അതിന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് കാണിച്ചത് എനിക്കറിയാം. നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണ്, ഞാൻ അതിന് ആശംസകൾ തരാണ്. ലേക്കിൻ റിസൾട്ട് ക്യാനിക്കൽ. പക്ഷെ അങ്ങനെ കാണിച്ചപ്പോൾ അവര് നന്നായോ? റിസൾട്ട് എന്തായി? വകുപ്പിൽ അവരും രണ്ടു കൊണ്ടെടുത്തു. തോറ്റുപോയവൻ അത് ജയിക്കും. വല്ലാത്ത ചോദ്യം. ദേഷ്യം ഒരാളുടെ തെറ്റ് കണ്ടിട്ട്, അയാൾ കാണിച്ച തെറ്റ് കണ്ടിട്ട് നമ്മൾ ദേഷ്യപ്പെടും. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഭാവിക്കാണ് നീ തോറ്റു. ഈ തോറ്റുപോയ ഒരാളെ കയ്യിൽ സമയത്തെ ഹമാരി ജിമ്മേവാരി. ചിലർ വിചാരിക്കും അതിന്റെ ഉത്തരവാദിത്വം ഉസ്കോ അച്ഛാ ബനാന ആകെ വരാൻ, അവരെ നന്നാക്കേണ്ടതും അവരെ വളർത്തേണ്ടതും എന്റെ ഉത്തരവാദിത്വം തന്നെ. लेकिन जिम्मेवारी निभाने वाला मगर अपनी जिम्मेवारी उस समय निभा रहे हो या दूसरे को निभा. ബാബ വിടുന്നില്ല. ബാബ പറഞ്ഞു ഉത്തരവാദിത്വം നിറവേറ്റേണ്ടവരെ സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റുന്നു. നമ്മളോട് ബാബ ദേഷ്യപ്പെടരുത്. ഏതൊരു കാര്യവും ലവും ലോയും ഉദ്ദേശിച്ച് പോകാം. ഒരിക്കലും നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. ഇതൊക്കെയാണ് ബാബയുടെ ശ്രീമത്. പക്ഷെ നമ്മള് ആളാണ്, നമ്മൾ ഇൻചാർജാണ്, അതുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെട്ടു. ബാബ പറയണു ആ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെയും നന്നാ. അപ്പൊ ആദ്യം അവരോട് ഉത്തരവാദിത്വം എന്നെ നന്നാക്കും, എന്നിട്ട് വേറെ കൈ നിമിത്ത ടീച്ചർ ബലത്തെ തോ സമझते छोटों के लिए हम जिम्मेवार. നിമിത്തമായ ചില ടീച്ചേഴ്സ് വിചാരിക്കുകയാണ് സെന്ററിലുള്ള കൊച്ചുങ്ങളോട്, അതായത് ഇളയവരോട് അവരെ നന്നാക്കാൻ ഉത്തരവാദിത്വം നമുക്ക്. ഇൻകോ ശിക്ഷ ദേ സിഖാന, അവരെ പഠിപ്പിക്കണം, ശിക്ഷണം കൊടുക്കും. ലേക്കിൻ സദൈവ് യഹി സോചോ കി യഥാർത്ഥ നോളജ് സോഴ്സ് ഓഫ് ഇൻകം. എന്നാൽ ഇത് വിചാരിക്കും യഥാർത്ഥമായ അറിവ് സോഴ്സ് ഓഫ് ഇൻകം ആണ്. എന്നത് ഭാഗം. अगर अपने शिक्षक की जिम्मेवारी से शिक्षा दी तो पहले एक देखोगे उस शिक्षा से दूसरे की कमाई. അതുകൊണ്ട് കൂടെയുള്ളവരെ നന്നാക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ ഉയർത്തിയെടുക്കണം. അതൊക്കെ നല്ല കാര്യങ്ങൾ, നല്ല ലക്ഷ്യങ്ങൾ, അത് നല്ല ഗുണങ്ങളാണ്. പക്ഷെ അതിനെ ഉപയോഗിച്ച മാർഗം തന്റെ അഹമാണ് അല്ലെങ്കിൽ തന്റെ പോരായ്മകളാണെങ്കിൽ ബാബയ്ക്കാണ് അതിൽ കൂടെ അവർക്ക് നഷ്ടമാണ് ഉണ്ടായത്, ലാഭമാണ് ഉണ്ടായത്. അവരെ ഹൃദയം വേദനിച്ചു. ചിലപ്പോ എന്താണ് അത് സെന്ററിൽ പോയി, യജ്ഞത്തിൽ നിന്ന് പോയിക്കൂടി ഒരു നമ്മളില്ല, നന്നാക്കാൻ ശ്രമിച്ചു, പറയാറില്ല, നന്നാക്കി കൊച്ചിട്ടാണ്. അപ്പൊ ബാബ പറയാണ് ആത്യന്തികമായിട്ട് അവർക്ക് ലാഭം ഉണ്ടായില്ല. സോഴ്സ് ഓഫ് ഇൻകം പോയോ, സോഴ്സ് ഓഫ് ഗിരാവിട്ട് പോയി. അപ്പൊ നമ്മൾ ആ ഉപദേശം കൊടുത്തപ്പോൾ അവർക്കത് സമ്പത്തായി മാറിയോ, അതവർ വീണു പോയോ? इसलिए बाप दादा सदा कहते कोई भी कर्म करते हो तो त्रिकालदर्शी स्थिति में स्थित होकर. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ത്രികാലദർശി സ്ഥിതിയിൽ ചെയ്യുക. ഞാൻ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് യജ്ഞത്തിലെ ബാലിശമായി കാണിക്കുന്ന ധാരാളം പേരുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോ ബാബ പറയാണ് നമ്മൾ അവരെ കുറിച്ച് അവരോട് ഇവരോടൊക്കെ പറഞ്ഞു. അവസാനം അവരത് കേട്ടു, അവർക്ക് അതിനുള്ള പാകതയുള്ളൂ. അവർ കഴിക്കട്ടെ, ഞാൻ ഇല്ല. അപ്പൊ ഭാവിക്കുകയാണ് അവരെ നന്നാക്കാൻ ശ്രമിച്ചു, അവരില്ലാണ്ടായി. അപ്പൊ നമുക്ക് കർമ്മ കൊണ്ടായി. അപ്പൊ ബാബ ഞാൻ എന്താ പറഞ്ഞിരിക്കും,
ആരെങ്കിലും കുറവുണ്ടെങ്കിൽ ആരോടും പറയരുത്. അത് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കാനുള്ളത്, അതിനുള്ള ശുഭഭാവന വയ്ക്കുകയാണ്. വേറൊരാളോട് പറയുകയാണെങ്കിൽ അവർക്ക് പിന്നെ വരാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നു ഇവിടെ അവമാനിക്കപ്പെടാൻ പോകും. അവർ നന്നാക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? അവരില്ലാണ്ടാക്കി എന്നെ കണക്കാർക്ക് വരും. ഇല്ലാണ്ടാക്കിയവർക്ക് അപ്പൊ അവർ രണ്ടുപേർക്ക് ലാഭമാണ് നഷ്ടം, രണ്ടു കൊടുക്കും. അവർ എനിക്ക് അതിനേക്കാൾ നഷ്ടം, യജ്ഞത്തിന് നഷ്ടം സംഭവിച്ചു. ആരെങ്കിലും ഒരാളെ പിടിച്ച് നന്നാക്കി തന്നെ പാപം ശ്രമിക്കും. കഴിഞ്ഞ 10 പേര് സമയത്ത് ലോകം അവർ 10 പേര് ഇതിനകത്ത് 20 പേര് പോകാം. പിന്നെ എങ്ങനെ ശരിയാവും? അപ്പൊ ബാബ പറയാണ്, അതുകൊണ്ട് ത്രികാല ദർശി സ്ഥിതിയിൽ കാര്യങ്ങൾ ചെയ്യും. സിർഫ് വർത്തമാൻ നഹി ദേഖോ കി കിസ്നെ കിയ കിസ്ലിയെ കാ. അതുകൊണ്ട് ഈ വർത്തമാന സമയം മാത്രം നോക്കിയാൽ പോരാ, അവരങ്ങനെ കാണിച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ലേക്കിൻ ഉസ്കാ ഭവിഷ്യ പരിണാം ക്യാ ഹോഗാ ഭക്തി. എന്നാൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ അവരത് ഏത് രീതിയിൽ എടുക്കും, അവർക്ക് പരിവർത്തനം വരുമോ, അത് അവരെനിക്ക് എതിരാകുമോ, അവരൊന്നുകൂടി പ്രതികാരത്തിന് പോകുമോ, അവർക്ക് നിരാശ ബാധിക്കുമോ, അവർ നോക്കണ്ടേ. जो पास्ट आदि अनादि स्थिति ब्राह्मण आत्माओं की थी अब भी है और आगे भी रहेगी उसी प्रमाण की. ബാബ പറഞ്ഞു, ബ്രാഹ്മണരുടെ ആദി അനാദി സ്ഥിതികൾ ബാബ പറഞ്ഞു ഇപ്പോഴും അങ്ങനെയാണ്, അതനുസരിച്ചാണ് പോകുന്നത്. ദീനവും കാൽച്ചോ സമച്ച. അതുകൊണ്ട് ഒരാൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, തിരുത്താൻ ശ്രമിക്കുമ്പോൾ, നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ബാബ പറയും അവരവരെ ഒന്ന് മനസ്സിലാക്കണം, 3 കാലങ്ങളും കൂടി മനസ്സിലാക്കണം. സോ ഉന്നതി തോ കരയെങ്കിൽ ലേക്കിൻ പരിവർത്തൻ കാലായി. സോ ഉന്നതി ചെയ്യണം, പക്ഷെ എന്ത് പരിവർത്തനം കൊണ്ടുവരും? ചാഹെ മഹാരഥി ഹോ ചാഹെ നയ ഹോ, ബാബ്ദാദാ की एक ही शुभ आशा है जितना चाहते उतना अभी. ബാബ പറയുന്നു മഹാരഥികളാകട്ടെ, പുതിയ കുട്ടികളാകട്ടെ, ബാബയുടെ ഒരു ശുഭ ആശ ബാബ പറയുന്നു വിചാരിക്കുന്നത്രേ ആയിട്ട് റിസൾട്ട് തോ സുനായിക്കണം, റിസൾട്ട് കേൾപ്പിക്കണമല്ലോ. ബാബ്ദാദ അല്പകാലത്ത വൈരാഗ്യ നഹിച്ചാണ്. ബാബ്ദാദ അല്പകാല വൈരാഗ്യം ആഗ്രഹിക്കുന്നില്ല. നിസി വൈരാഗ്യ ആയി जो बाप को अच्छा नहीं लगता नहीं करना नहीं सोचना नहीं. ബാബ പറഞ്ഞു ശരിയായ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, ചിന്തിക്കരുത് പറഞ്ഞു. ഇസ്കോ ബാബ്ദാദ താത്തെ ദിൽക്കാ. അതിനാണ് ബാബ പറയുന്നത് ഹൃദയത്തിന്റെ സ്നേഹം. അഭി മിക്സ് കഭി ദിൽക്കാ പ്യാർ കഭി ദിമാഗ്. ഇപ്പൊ ബാബ പറയാണ് കലർപ്പാണ്. ചിലപ്പോൾ ആ ഹൃദയം എന്ത് ചെയ്യും? ഹൃദയം എപ്പോഴും പറയാൻ ബുദ്ധി പലപ്പോഴും നമ്മുടെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് ആലോചിച്ചു. ബാബ പറഞ്ഞു പലപ്പോഴും ബുദ്ധി കൊണ്ടുള്ള സ്നേഹം, ചിലപ്പോൾ ഹൃദയം കൊണ്ടുള്ള സ്നേഹം. ബുദ്ധി എപ്പോഴും നമ്മുടെ ലാഭം ഒരു സാധനം എടുത്തു, അപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരും നാളെ എനിക്ക് ആവശ്യമുണ്ട്, നാളെ എനിക്കത് കിട്ടിയില്ലെങ്കിൽ അപ്പൊ ബുദ്ധി പറഞ്ഞു. അതുപോലെ ബാബയുടെ കാര്യത്തിലും ബുദ്ധിയായിരിക്കും പലപ്പോഴും പറഞ്ഞു. माला का हर एक मणके के साथ समीप हो, स्नेही हो, प्रगति के लिए सहयोगी हो, इसलिए माला रुकी हुई है. क्योंकि माला तैयार होना अर्थात युगल गाने के समान एक धोखे भी समीप स्नेही बने. അവർ ബാബ ഒരു മാല കോർക്കാനാണ് വന്നിരിക്കുന്നത്. ഈ മാലയിലെ മുത്തുകൾ അടുത്ത മുത്തിന്റെ കൂടെ ഇരിക്കണം, സമീപത്തായിരിക്കണം, സ്നേഹിയായിരിക്കണം, പുരോഗതിക്ക് വേണ്ടി സഹയോഗിയായിരിക്കണം. പക്ഷെ മാല കെട്ടാൻ പറ്റുന്നില്ല. ബാബ പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ ഈ മാലയിലെ മുത്തുകൾ അടുത്തടുത്ത് വരണമല്ലോ, നല്ല സ്നേഹമുള്ളതായിരിക്കണമല്ലോ, അതാവുന്നില്ല. പകലെ ഏകസ വാട്ടിക്ക് മാല ബനെ തब दूसरी ബനെ. അതൊരു 108 മാല കുറക്കും, അവർ 108 പോലും കുറക്കാൻ പറ്റും. അതായത് മുകളിലെ മാലതികളെ പോലും ചേരുമ്പടി ചേർത്ത് കൊണ്ടുപോകാൻ പറ്റും. ബാബ്ദാദ बहुत बार माला तैयार करने के लिए बैठते ही लेकिन अभी पूरी ही नहीं हुई. അവർ പല പ്രാവശ്യം ഞാൻ ഈ മാല കൊടുക്കാൻ തരുന്നുണ്ട്, പക്ഷെ മാല കുഴപ്പം പറ്റും. ബ്രാഹ്മണ ആത്മാക്കളെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും, ചേരുമ്പടി പോകും. ഒറ്റയ്ക്ക് മഹാന, പക്ഷെ വേറെ ആളെ കാണുമ്പോൾ അസൂയ, വെറുപ്പ്, അവർ ഇങ്ങനെ പല പല ചിന്താഗതികൾ വരും. അത് ഓർക്കാൻ പറ്റും. മണക്ക മണക്കയ്ക്ക് സമീപത്ത अर्थात बाप उसका विरोध तभी है जब उसके मणके के 3 സർട്ടിഫിക്കറ്റ്. അവർ മുത്തായിട്ട് ചേരണമെങ്കിൽ അവർ 3 സർട്ടിഫിക്കറ്റ്. അതെന്തൊക്കെയാണ്? ബാബ് പസന്ദ്, ബ്രാഹ്മൺ പരിവാർ പസന്ദ്, अपने യഥാർത്ഥ പുരുഷാർത്ഥ. ബാബയ്ക്ക് നമ്മുടെ ഇഷ്ടമായി, ബ്രാഹ്മണ പരിവാരത്തിന് നമ്മുടെ ഇഷ്ടമായി, യഥാർത്ഥ പുരുഷാർത്ഥത്തിനോടും ഇഷ്ടം. നമുക്ക് നമ്മുടെ പുരുഷാർത്ഥത്തിനൊരു സംതൃപ്തി. ബ്രാഹ്മണ പരിവാരം 95% പരിവാരത്തിൽ ബാബ 5% എക്സെപ്ഷൻ ഉണ്ട്. 95% പേരോട് നമുക്ക് ഇഷ്ടമായിരിക്കണം, നമുക്കും നമ്മളോടും 95% കൊണ്ട് ഇഷ്ടം. പിന്നെ ബാബയ്ക്ക് നമ്മളോട് ഇഷ്ടം. അവർ ഈ 3 സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമേ അടുപ്പിച്ച് വയ്ക്കും. അത് വലിയ പാട്. ഒരു വാണിയിൽ ബാബ 54-നായിട്ട്
അപ്പൊ അതിന് കാരണം ബാബ അന്നത്തെ പണിയിൽ പോയത് തീനോ ബാധ്യം ചെക്ക് കത്തേക്കെത്തോ മണക്കാ ഹാത്തിനേക്ക് രക്താത്ത ആനാമിനെ ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ അവർ മുത്ത് വയ്ക്കാൻ പറ്റില്ല. മുത്ത് എന്റെ കയ്യിൽ തന്നെ അടിച്ചു വയ്ക്കാൻ പറ്റും. ഏതെല്ലാം 3 കാര്യങ്ങൾ ഇതിലാവാഞ്ഞ്? 3 കാര്യങ്ങൾ എന്താണ്? ലൈല സിസ്റ്റർ 3 കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഗ്യാസ്, ലൈറ്റർ, പാത്രം, 3 കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കണം, ബ്രാഹ്മണ പരിവാരത്തിന് നമ്മളോട് ഇഷ്ടമായിരിക്കണം, നമുക്ക് ബ്രാഹ്മണ പരിവാരത്തിനോട് ഇഷ്ടമായിരിക്കണം, ദൈവത്തിനോട് ഹൃദയപൂർവ്വമായ ഇഷ്ടമാണ്. കാരണം ഇങ്ങനെയുള്ളവരെ വെച്ച് കുറക്കാൻ പറ്റുള്ളൂ. ബാബയുടെ മാല അവരുടെ മുത്ത് കയ്യിൽ തന്നെ ഓർക്കാൻ പറ്റും. ഓർക്കാൻ നോക്കും, ചേരുന്നില്ല. ഈ വർഷം മനസ്സ ശ്ലോകൻ യാതൊരു. അതുകൊണ്ട് ഈ വർഷം ഏത് ശ്ലോകൻ ഓർമ്മിക്കും? त्रिमूर्ति बाप और विशेष तीनों संबंध द्वारा 3 സർട്ടിഫിക്കറ്റ്. ത്രിമൂർത്തി ബാബ വിശേഷമായും 3 സംബന്ധങ്ങൾ, ബാബയുടെ 3 സർട്ടിഫിക്കറ്റ്. और അവരോ को भी दिलाने में सहयोगी बने. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും നമ്മൾ സഹയോഗിയാകണം. മാലാക സമീപം മണക്ക ബനന ഹി. ബാബ പറയുന്നു മാലയിലെ സമീപം മുത്ത് ആകുക തന്നെ വേണം. സോ ഉന്നതി ക്യാ കർണേ? ബാബ മനസ്സിലായോ? സോ ഉന്നതി എന്താണ് ചെയ്യേണ്ടത്? जैसे ब्रह्मा बाबू का फाउंडेशन नंबर 1 परिवर्तन में क्या रहा? बेहद कमाई. ബ്രഹ്മ ബാബ നമ്പർ 1 ആയി. അതിന്റെ അടിത്തറ എന്തായിരുന്നു? പരിധിയില്ല. ഇഹലോകത്തിലെ ഒന്നും ഇഹലോകത്തിലെ എനിക്ക് ആലപ്പുഴയിലെ നമ്പർ 1 ഞാൻ തന്നെയാണ്. ഒരാൾ ഉയരുമ്പോൾ സഹിക്കുന്നില്ല, നമ്മളോട് ചോദിക്കുന്നില്ല, നമ്മളെ മാനിക്കുന്നില്ല, സഹിക്കില്ല. പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. അല്ല, ഞാനിനി അവിടെ പോകും, ഞാൻ ഇവിടെ വരില്ല, ഞാൻ അവർക്ക് കാണിച്ചു. അവർ പരിവാരമല്ല, ചെയ്യണം. അവർ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യും, ജയിക്കാനും വേണ്ടി ചെയ്യും, അവരെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യും, ഞാൻ ജയിക്കാൻ വേണ്ടി ചെയ്യും, അവരുടെ സേവനത്തിന് വേണ്ടി ചെയ്യും. നന്നായിട്ട് ചെയ്യും. അവർ ചെയ്തേക്കാൾ നന്നായിട്ട് അവർ ചെയ്യുന്നത് കണ്ടു ചെയ്തോ ഒരു കുഴപ്പം. പക്ഷെ തോൽപ്പിക്കാനാകും. അവരുടെ പരിവാരത്തിൽ എന്തിനൊക്കെ പരിവാരത്തിൽ എന്തിനാ ചെയ്യും? വാശിയായി. അവർ വാശി, നല്ല വാശി കുഴപ്പം. പക്ഷെ അവർക്ക് പരിവാരം അതൊരു വിചാരം. അപ്പൊ ആരെങ്കിലും വരുമ്പോഴും സന്തോഷം, ആരെങ്കിലും സഹായത്തിനിടയിൽ സന്തോഷം. ബാബ പറയാണ് പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയായിരുന്നു ബ്രഹ്മബാബയ്ക്ക്. അതുകൊണ്ട് വിൻ കർക്കെ 1 ബന്ധു. അതുകൊണ്ട് ജയിച്ച് 1 നമ്പർ 1 വിൻ ചെയ്ത് 1. बाप-दादा ये रिजल्ट देखेंगे. बाप-दादा ये रिजल्ट हर एक अपने को देखे, दूसरे को नहीं देखे. അവരവരെ നോക്കും, മറ്റുള്ളവരെ നോക്കരുത്. कई समझते सीजन का आज लास्ट डे है, लेकिन बाप-दादा कहते लास्ट डे माला बनने का फर्स्ट सीजन का है. ചിലർ വിചാരിക്കുന്നുണ്ട് ഈ സീസണിന്റെ ബാബ സീസണിന്റെ ലാസ്റ്റ് ഡേ. അവർ അല്ല, ഇത് അവസാനത്തല്ല, മാല കോർക്കാനുള്ള ആദ്യ ദിവസം. സബി को चांस, എല്ലാവർക്കും അവസരം. അഭി മാലാക്കി മണക്കി പിരോയനകി ഫിക്സ് നഹിയോ. അവരുടെ മാലയിൽ 2 പേരായിട്ടുണ്ട്. മൂന്നാമത്തെ മുത്ത് വച്ചിട്ടില്ല. പ്രകാശ് മണികാതി ആയിരിക്കും മൂന്നാം. അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മബാബയും അമ്മയും ഫിക്സ് ആയി. അവർ ആ സീറ്റിലിട്ട് 3ാമത്തെ സീറ്റിൽ അവരുടെ ഇപ്പോഴും ചാൻസ്. പക്ഷെ പണിയെടുക്കും. അവിടെ പോയി വേറെ റെക്കമെൻഡേഷൻ ഒന്നും പറ്റില്ല. ഇവിടെ ഇതിനകത്ത് കേൾക്കുന്ന ഇരുത്തിയേക്കും. അവർ ആകെ നടക്കും. ഈ 3 നടത്തിലത്തെ 3 സർട്ടിഫിക്കറ്റ്, 3 സർട്ടിഫിക്കറ്റ് ലോ അവർ ഫിറോ ജാവും. അവർ ആ 3 സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് ഞാൻ ആ മാല അവിടെ കൊടുക്കുക ചെയ്യണം. 3ാം നമ്പർ ആഗ്രഹമുണ്ട്. ആഗ്രഹവും പാടില്ല എന്നാൽ ഭാവം കിട്ടുന്നതിൽ സംതൃപ്തരാകുന്ന 3 കാര്യം പറഞ്ഞേക്കെ. 3 കാര്യം ബാബു പണിയെടുത്ത് മേടിക്കേണ്ട കാര്യത്തിൽ ബാബു പണിയെ തടസ്സപ്പെടുന്നത് ഞാൻ ഇതിന് പോയി പറയും. ബാബു പറയാണ് 3 സർട്ടിഫിക്കറ്റ് ഇട്ടുവരാണെങ്കിൽ ഞാൻ പുറത്തേക്കാം. ഇപ്പോഴും ആരുടെയും പുറത്തേക്കൊന്നും. जितना प्रत्यक्ष सबूत देने वाले प्रत्यक्ष चेहरे और चलन में देखेंगे उतना उससे नई रंगत देखेंगे. പ്രത്യക്ഷമായ തെളിവ് നൽകുന്നവർ, പ്രത്യക്ഷമായ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കാണപ്പെടുന്നവർ, ബാബ പറയണു അവർക്കൊരു പുതിയ നിറം കാണാൻ സാധിക്കും. അതായത് പുതിയൊരു ഭംഗി ഇതിലുണ്ട്. अगर आप भी वही के वही में रखे तो रंगत भी वही की वही रहे. और ഇനിയും ഒരു മാറ്റം കൊണ്ടുവരാതെ
അത് തന്നെയായിട്ട് പഴയതുപോലെ തന്നെയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ അതൊക്കെ തന്നെയായി. इसलिए अपने में नवीनത അല്ല, അതുകൊണ്ട് അവരവരിൽ ഒരു നവീനത കൊണ്ടുവന്നാൽ മതി. ബാബ പറഞ്ഞു, ബാബ ക്ഷമാസാഗരൻ കൂടി അവർ 2 മാസമായ കുട്ടിക്ക് പോലെ വരാം. പക്ഷെ വെറുതെ ഒന്നും വരില്ലേ. ഇവിടെ ബാബ ഇവിടെ പണിയെടുക്കാണ്ട് ഈ 3 സർട്ടിഫിക്കറ്റ് അതിന് മുന്നേ വന്നിട്ട് പഠിക്കുകയും ഭയങ്കര ക്ഷമ വേണം, ഭയങ്കര സഹനശീലത വേണം, നാണക്കെടാനുള്ള കഴിവുണ്ടായിരുന്നു. ധർമ്മത്തിന് വേണ്ടി തോറ്റുള്ളത് വലിയ പണി. വെറുതെ അങ്ങ് പദവി. പരിവാറിനെ തീവ്ര പുരുഷാർത്ഥിക്ക് നയിലകത്താം. ഈ ബ്രാഹ്മണ പരിവാരത്തിൽ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലഹരി പരത്തി. നമ്മൾ പുരുഷാർത്ഥം ചെയ്യാൻ എല്ലാവരും ആകെ ചെൽക്കർ കിത്തനെ വണ്ടർഫുൾ നസാരത്തേക്ക് കുറെ കഴിയുമ്പോൾ അത്ഭുതകരമായ ദൃശ്യങ്ങൾ കാണാം. जो अब तक हुआ वह बीता, अभी हर कर्म में नया उमंग, नया उत्साह इन पंखों से उठे. ഇതാണ് ബാബയുടെ കോഴ്സ്. ഇതുവരെ കഴിഞ്ഞു ധാരാളം നെഗറ്റീവ്, ധാരാളം വെറുപ്പുണ്ടായി, ധാരാളം മനസ്സിലുണ്ടായി, ധാരാളം പ്രയാസങ്ങളുണ്ടായി. അത് കഴിഞ്ഞു. ഇനി ഓരോന്നിലും പുതിയതായി ഉത്സാഹമായി, പുതിയ ഉത്സാഹം, പുതിയ കർമ്മങ്ങൾ, പുതിയ രീതികൾ പവർണം ഈ ചരടുകളിൽ കൂടെ പറ്റും. बाकी जिन्होंने सेवा में सहयोग दिया अर्थात अपना भाग्य जमा किया वह अच्छा. ആരെല്ലാം സേവനത്തിൽ സഹയോഗം നൽകി, ഭാഗ്യമുണ്ടാക്കി, എല്ലാം നൽകി. चाहे देश चाहे विदेश के चारों ओर के सेवाधारियों ने सेवा की. इसलिए सेवाधारियों को बाप दादा सदा यही कहते, सेवाधारी अर्थात गोल्डन चांस का भाग. ഭാരതത്തിലുള്ളവരാകട്ടെ വിദേശത്തുള്ളവരാകട്ടെ ധാരാളം സേവ ചെയ്യും. എല്ലാ സേവാധാരികളോടും ബാപ്പ് ദാദ ഇതാണ് പറയുന്നത്, सेवाधारी आगाന്ന് പറഞ്ഞാൽ സുവർണ അവസരത്തിന്റെ ഭാഗ്യമുണ്ടാകും. അബി ഇസി ഭാഗ്യ കോ ജഹാം ഭി ജാവോ വഹാം ബഡാത്തെ രഹന കം നഹി. അവർ എവിടെ പോയാലും സേവ ചെയ്ത് ഭാഗ്യമുണ്ടാകും. അതിന് കുറച്ച് കളയും, വർദ്ധിപ്പിക്കാം, കുറയ്ക്കരുത്. थोड़े समय का चांस सदा के लिए तीव्र पुरुषार्थ का गोल्डन चांस देते रहे. ബാബറിന് കുറഞ്ഞ സമയത്ത് അവസരങ്ങൾ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ഗോൾഡൻ ചാൻസ് ആയിട്ട് മാറും. സേവാധാരി ബി ജോ ചലേ ഗയേ അഥവാ ജോ ബാബറിനോ ഇവിടുന്ന് പോകുന്ന എല്ലാ സേവാധാരികളും, അതായത് ബാബയുടെ പോകുന്ന എല്ലാ സേവാധാരികളും എല്ലാവർക്കും ബാബ പറയുന്ന ആശംസകൾ. സർവ രഹംദിൽ ശ്രേഷ്ഠ ആത്മാവോं को सदा स्वयं को सौ उन्नति की उड़ती कला में ले जाने वाले तीव्र पुरुषार्थ आत्माओं को सदा हर समय एक बाप को साथ अनुभव करने वाले अनुभवी आत्माओं को सदा बाप के दिल की आशाओं को पूर्ण करने वाले कुलदीप आत्माओं को सदा अपने को माला के समीप बन के बनाने वाले विजयी आत्माओं को बेहद के वैराग्य वृत्ति से हर समय बाप को कर बाप समझ रहने वाले आदि स्नेही राइट हैंड बच्चों को बाप का याद प्यार वाणी बाप सब ഗ്രഹിച്ച് ഒറ്റ വാക്ക് പഠിച്ചിട്ടല്ലോ ഉള്ളിലിരുന്ന് ആലോചിക്കുന്നുണ്ട്, ഇന്ന് അവിടെ പോയിട്ട് ബാബയുടെ ഹൃദയത്തിൽ ഒഴിക്കും. ബാബ പറയണം, സകല ദയാഹൃദരായ ശ്രേഷ്ഠ ആത്മാക്കൾക്കും സകല ദയാഹൃദരായ ശ്രേഷ്ഠ ആത്മാക്കൾക്കും സദാ സ്വയത്തെ സ്വ ഉന്നതിയുടെ പറക്കുന്ന കലയിലേക്ക് കൊണ്ടുവരുന്ന, സദാ സ്വയത്തെ സ്വ ഉന്നതിയുടെ പറക്കുന്ന കലയിലേക്ക് കൊണ്ടുവരുന്ന തീവ്ര പുരുഷാർത്ഥികളായ ആത്മാക്കൾക്ക് സദാസമയവും ഒരു ബാബയുടെ കൂട്ടുകെട്ട് അനുഭവിക്കുന്ന അനുഭവികളായ ആത്മാക്കൾക്ക് സദാ ബാബയുടെ ഹൃദയത്തിലെ ആശകളെ പൂർത്തീകരിക്കുന്ന കുലദീപങ്ങളായ ആത്മാക്കൾക്ക് സദാ സ്വയത്തെ മാലയിലെ സമീപം പുത്താക്കി മാറ്റുന്ന വിജയി ആത്മാക്കൾക്ക് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ സദാസമയം ബാബയെ ഫോളോ ചെയ്ത് ബാബയ്ക്ക് സമാനമാകുന്ന അതിസ്നേഹികളായ വലം കൈകളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും ദയാഹൃദയരായ സകല ആത്മാക്കൾ സദാ സ്വന്തം ഉന്നതിയിലൂടെ പറക്കുന്ന കലയിലൂടെ സ്വന്തം ഉന്നതിയുടെ പറക്കുന്ന കലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന തീവ്ര പുരുഷാർത്ഥികളായ ആത്മാക്കൾക്ക് സദാസമയം ഒരു ബാബയുടെ കൂട്ടുകെട്ടിന്റെ അനുഭവം ചെയ്യുന്ന അനുഭവികളായ ആത്മാക്കൾക്ക് സദാ ബാബയുടെ ഹൃദയത്തിലെ ആശകളെ പൂർത്തീകരിക്കുന്ന കുലദീപങ്ങളായ ആത്മാക്കൾക്ക് സദാ മാലയിലെ സമീപമുത്താക്കി മാറ്റുന്ന വിജയി ആത്മാക്കൾക്ക് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ സദാസമയവും ബാബയെ ഫോളോ ചെയ്ത് ബാബയ്ക്ക് സമാനമാകുന്ന അതിസ്നേഹികളായ വലം കൈകളായ കുട്ടികൾക്ക് ബാബ്ദാദയ്ക്കും
वरदान। प्राप्तियों को इमर्ज कर सदा खुशी की अनुभूति करने वाले सहज योगी, പ്രാപ്തികളെ പ്രകടമാക്കി പ്രത്യക്ഷമാക്കി സദാ സന്തോഷത്തിന്റെ അനുഭൂതി ചെയ്യുന്ന സഹജ യോഗിയായിരിക്കും. പ്രാപ്തികളെ ഇമർജൻസി പുറത്തേക്ക് കൊണ്ടുവന്ന് सदा संतोषത്തിന്റെ അനുഭൂതി ചെയ്യുന്ന सहज योगियाई। सहज योग का आधार है स्नेह और स्नेह का आधार है साम। सहज യോഗത്തിന്റെ ആധാരം ബാബയെ നിരന്തരം സഹജമായി ഓർമ്മിക്കും. അതിന്റെ ആധാരം എന്താണ്? അവർ സ്നേഹത്തിന്റെ ആധാരം എന്താണ്? അവർ ബന്ധമുള്ളവര് സ്നേഹമുള്ളവര് ബന്ധമുള്ളവര് സ്വാഭാവികമായിട്ട് ഓർമ്മിക്കും. സംബന്ധത്തെ യാദ് കർണ സഹജ होता। ഒരു ബന്ധത്തെ ഓർമ്മിക്കുക, ഒരു ബന്ധുത്വത്തോടു കൂടി ഓർമ്മിക്കുന്നത് എളുപ്പം. സംബന്ധസേക്ക് സർവപ്രാപ്തി മതി. സംബന്ധങ്ങളിൽ നിന്നാണ് പ്രാപ്തികൾ കിട്ടും. അമ്മയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? അച്ഛനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? അവരുടെ ഒരു പ്രാപ്തിയുണ്ട്. ജഹംസെ പ്രാപ്തി ഹോത്തി മൻ ബുദ്ധി വഹം സഹജയിൽ ചെയ്യും. എവിടെ നിന്നാണ് നമുക്കൊരു പ്രാപ്തി? അത് സ്നേഹമായിരിക്കാം, സ്ഥൂലമായ വസ്തുക്കളായിരിക്കാം, പ്രോത്സാഹനമായിരിക്കാം, പ്രൊട്ടക്ഷൻ ആയിരിക്കാം, സുരക്ഷയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ബാബ പറയുന്നു സഹജമായി ബുദ്ധി അവിടെ. इसलिए बाबा ने जो शक्तियों का, ज्ञान का, गुणों का, सुख शांति आनंद प्रेम का खजाना दिया है, जो भी भिन्न भिन्न प्राप्तियां भी है, उन प्राप्तियों को बुद्धि में इमर्ज करो तो खुशी की अनुभूति होगी और सहज योगी बनते। അതുകൊണ്ട് ഈശ്വരൻ ബാബ എനിക്ക് എന്ത് ശക്തികൾ നൽകി, ബാബ എനിക്ക് ഗുണങ്ങൾ നൽകി, ബാബ എന്ത് ജ്ഞാനം എനിക്ക് നൽകി, ബാബ എനിക്ക് എന്ത് സുഖവും ശാന്തിയും പ്രേമവും ആനന്ദവും നൽകി. ബാബ പറയണം ഈ ഭിന്ന ഭിന്ന പ്രാപ്തികൾ അകത്തിരുന്നാൽ അതൊന്ന് പുറത്തേക്ക് വരും. എന്തൊക്കെ എനിക്ക് കിട്ടി? നമ്മളത് സ്വയം എനിക്ക് ഇവിടെ ഒന്നും കിട്ടി. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹാരമുണ്ട്, അതാണ് ഒന്നുകൂടി പ്രശ്നം. ബാബ പറയണം ഇതൊക്കെ ഒന്ന് പ്രകടമാകും. സന്തോഷം, ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ആരിൽ നിന്നാണോ കിട്ടിയത് ആ ആളെ സഹജമായി ഓർമ്മിക്കണം. സഹജമായ ശ്ലോകം जो सर्व प्रश्न से पार रहता है वही प्रसन्न। ആരാണോ സകല പ്രശ്നങ്ങൾക്കും അപ്പുറത്തിരിക്കുന്നത് അവരാണ് പ്രസന്ന ചിത്തം. ഒരു പ്രശ്നവും ഒക്കെ ഡ്രാമ പറഞ്ഞില്ല, ഡ്രാമയുടെ പോയിന്റ് വെച്ച് പോയാൽ അതുകൊണ്ട് ഇതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അവരെന്തുകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ഇവരെന്തുകൊണ്ട് കാണിച്ചു, അവരെന്തുകൊണ്ട് കാണിച്ചില്ല, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, ദൈവം എന്നാലും ഇങ്ങനെ കാണിക്കാം, ബാബ സർവശക്തി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ബാബയ്ക്കും പക്ഷപാതമുണ്ട്, അവർ ഒരു സമാധാനം. പ്രശ്നചിന്തന ബാബ പറഞ്ഞു സകല പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത്. ഇതാണ് പ്രശ്നം. ഒരു അപ്പൊ ഇന്ന് ബാബ എന്താ പറഞ്ഞത്? നമുക്ക് പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തി ഉണ്ടെങ്കിൽ ശരിയായ ദേഹം ഉണ്ടാവുള്ളൂ. ബാബ പറയാണ് ഭക്തരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ബാബയെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ബാബയിലൂടെയും ബാബയെ മനസ്സിലാക്കിയ കുട്ടികളിലൂടെയും മാത്രമേ പ്രാപ്തി ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി അവരോടൊരു ദയവുണ്ടാകും. അവരുടെ ഹൃദയത്തിൽ നിന്നൊരു ദയം. അവരുടെ കരച്ചിലില്ലാണ്ടാക്കാൻ വേറെ ഉപായമില്ല. അങ്ങനെ ആവണമെങ്കിൽ നമുക്ക് നമ്മളോട് ദയവുള്ളവരായി നമ്മളെ ഉയർത്തിയെടുക്കാണ്ട് ബാബ പറഞ്ഞു ഒരാളോട് നമുക്ക് ദയവ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉയർത്തിയെടുക്കണമെങ്കിൽ ബാബ പറയണം നമുക്ക് നമ്മളോട് ഒരു ഒരു ദയവ് നമ്മളോട് ഉണ്ടാകും. എനിക്ക് എന്നെ ഉയർത്തണം എന്ന് ഹൃദയപൂർവ്വമായാണ്. അതിന് ബാബ പറഞ്ഞ ഒരു 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാണ്ടാക്കിയാൽ മതി. അതെന്താണ്? ഒന്ന് അസൂയ, പിന്നെ അലസത, പിന്നെ ബാബ 90% നമ്മുടെ കുറവുകൾക്കും താല്പര്യങ്ങൾക്കും കാരണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. ബാബയോടുള്ള പ്രേമം കൊണ്ട് ബാബ പറയുന്നത് ചെയ്യണം. ബാബ പറഞ്ഞത് പിന്നെ ആകട്ടെ, ആരിപ്പോ ആയിട്ടുണ്ട്, അവർ ആരും ആയിട്ടില്ല, ഈ ഒരാളെങ്കിലും ആകും. അപ്പൊ നിന്റെ ആ പുരുഷാർത്ഥത്തിൽ മറ്റൊന്നും ചെയ്യാൻ തോന്നും. അപ്പൊ നെഗറ്റീവ് സാഹചര്യത്തിൽ ബാബ പറഞ്ഞു എന്നോടുള്ള സ്നേഹം കൊണ്ട് ആ അലസതകൾ മറ്റുള്ളവരോട് വെറുക്കും വിദ്വേഷം വെച്ചിട്ട് എന്താ കാര്യം? ബാബ പറഞ്ഞു ഒന്നുകൂടി താഴേക്ക്. അന്ന് ബാബ പറഞ്ഞു ജ്ഞാനയുക്തമായ ദയാഭാവം വെച്ചിട്ട് അവരൊന്ന് ഉയർത്താൻ ശ്രമിക്കും. അതിനൊരു അപകടം ഇരിപ്പുണ്ട്. ബാബ പറഞ്ഞു ദയവ് കാണിച്ച് വിധേയത്വം വരും. ദയവ് സ്വീകരിച്ചു അധീനത വരും. അവർ അത് അപകടം. അപ്പൊ അവിടെ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? ഇതെല്ലാം ബാബ ചെയ്യിപ്പിക്കാണ്. ഞാൻ എന്റെ ശരീരവും മനസ്സിലാവും ബാബയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാബ പറഞ്ഞത് കൊണ്ട് ബാബയുടെ ഒരു കുട്ടിക്ക് ഞാൻ സമയവും കൊടുത്തു. അതല്ലാണ്ട് എനിക്ക് ഒരു വേറെ കണക്ഷൻ വയ്ക്കരുത്. കണക്ഷൻ വെച്ചാൽ ബാബ പറഞ്ഞു അപകടമുണ്ട്. അതേപോലെ സ്വീകരിക്കുന്ന ഒരാളും ബാബ എനിക്ക് നൽകിയതാന്ന് വിചാരിക്കും. ബാബ പറയാണ് അതല്ലാണ്ട് നിങ്ങൾ കൊടുത്തു, നിങ്ങൾ എടുത്തു പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് കൊള്ളായി പോകും, താഴെ. പിന്നെ ഉപദേശം കൊടുത്തു. ബാബ ആരുടെ ഉപദേശം?
വേറെ ഒരു ജാതിക്കും രീതിക്കും എന്റെ ശ്രീമത്ത് എന്ന് പറയാനുള്ള അവകാശമില്ല. ബാബയുടെ ശ്രീമത്ത്, ബാബയുടെ ശ്രീമത്ത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കുഴപ്പമൊന്നും. പക്ഷെ എന്റെ ശ്രീമത്താണ്, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നെ എടുക്കുന്ന ബാബ ആ സമയത്ത് ബാബയാണ് പറയും പേരിന് വേണ്ടി. പക്ഷെ ആഗ്രഹം നമ്മൾ പ്രത്യക്ഷമാകാൻ അറിയില്ല. ഇതൊക്കെ എനിക്കറിയാം, എല്ലാം സൂക്ഷ്മമായിട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ് അങ്ങനെയൊന്നും പാടില്ല. എല്ലാം നമ്മള് ബാബയ്ക്ക് സമർപ്പിച്ചത് നമ്മുടേതാണ്. അമാനത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം ദയാനത്ത് ദയം ചെയ്ത് തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, നൽകിയതാണ്. പിന്നെ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ദേഷ്യപ്പെട്ടു. ബാബ പറഞ്ഞു ദേഷ്യപ്പെട്ടാൽ മറ്റുള്ളവർ നന്നാക്കും. സമാധാനത്തിന്റെ വരികയുള്ളൂ. പിന്നെ മറ്റുള്ളവരെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ലേ, ബാബയുടെ ഇല്ല. നന്നാക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. ബാബ ഞാൻ പറഞ്ഞ രീതികൾ നന്നാക്കാം. വേറെ രീതികൾ നന്നാക്കുകയാണെങ്കിൽ അവരില്ലാണ്ടായിരുന്നു, ദൈവം ഇല്ലാണ്ടായിരുന്നു. പാപത്തിന്റെ കർമ്മത്തിന്റെ കണക്കുകൾ വരും. അത് ബാബ പറഞ്ഞു ഭക്തർക്ക് ധർമ്മരാജത്തിന്റെ പേര്, ജ്ഞാനികൾക്കും ധർമ്മരാജത്തിന്റെ പേര്. മറ്റുള്ളവരെ നന്നാക്കാൻ പറഞ്ഞ് സ്വയം തെറ്റ് കാണിക്കുകയാണെങ്കിൽ ബാബ പറയാണ് അത് കുഴപ്പത്തിലേക്ക് ചാടുന്നു. അതുകൊണ്ട് ബാബയുടെ രീതിയിൽ മറ്റുള്ളവരെ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കും. പിന്നെ ബാബ എന്താ പറഞ്ഞത്, എന്നാ വിചാരിക്കുന്നത് ഒന്നും വേണ്ട, ഇതൊന്നും നടക്കില്ല, എന്ന് ബാബ വിട്ടങ്ങ് പോയി. അവർ മാറിയാണ് പുറപ്പെട്ടത്, ജീവൻ മുക്തിയുടെ മാറിയാണ് പുറപ്പെട്ടത്. ഒരു രാജ്യമാണ് വരുന്നത്, അതുകൊണ്ട് ഒറ്റയ്ക്ക് നന്നാക്കാൻ പോകും. അങ്ങനെ മാല കുറക്കണമെന്ന് ബാബയ്ക്ക് വേണ്ടി ആഗ്രഹമുണ്ട്. ബാബ മാല കുറക്കാനിരിക്കുമ്പോൾ ബാബ പറഞ്ഞു ഒത്തെടുക്കുന്നുണ്ട്, പക്ഷെ വയ്ക്കാൻ പറ്റും. അങ്ങനെ പരസ്പരം വയ്ക്കണമെങ്കിൽ ബാബ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മുടെ പുരുഷാർത്ഥത്തിലേക്ക് നമ്മളിൽ സന്തുഷ്ടമായിരിക്കണം, ബാബയിൽ സന്തുഷ്ടമായിരിക്കണം. ബാബ ഞാനും നീയും സന്തുഷ്ടമായിട്ടിരുന്നാൽ പോലും കാര്യം ഞാൻ അവിടെ വരും, സത്യത്തിന് ഞാൻ വരും. വരുന്നത് ബ്രാഹ്മണ പരിവാരമാണ്. ഒരു ബ്രാഹ്മണ പരിവാരത്തിലുള്ളവരും നമ്മൾ അതിനാണ് എല്ലാവരും പരാതി. അവർ സാധിക്കും. ഈ 3 സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ബാബ പറഞ്ഞു മാല കുറക്കാൻ പറ്റില്ല. പിന്നെ ബാബ എന്ത് പറഞ്ഞു, കുട്ടികൾ ഇതുവരെയുള്ള ഇനി എന്ത് ചെയ്യണം, പുതിയ രീതികളും പുതിയ പുരുഷാർത്ഥങ്ങളും കൊണ്ടുവന്ന് പുരുഷാർത്ഥത്തിന്റെ അലകൾ പരത്തി ബാബ പറയുന്ന കഷ്ടങ്ങൾ നികത്തി ബാബ പറയുന്നു ഇനിയും ചാൻസ്. എന്തുകൊണ്ട് തന്നെ 3ാമത്തെ മുത്ത് ആയി ഏത് മുത്തിനും വരാം. പക്ഷെ ഇതിന്റെ പിറകിൽ ബാബ പറയുന്നു പഠിത്തവും പരിശ്രമവും ആവശ്യമുള്ളത് മനസ്സിലാക്കി ചെയ്യുക. ഓം ശാന്തി. 1 മിനിറ്റ് ബാബ.